السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الحمد لله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. والصلاة والسلام على من لا نبي بعده والذي أنزل عليه الفرقان العظيم لهداية الأنام من الضلال إلى الهدى. وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. وقال نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم: إذا مات العبد المسلم أو المؤمن انقطع عنه عمله إلا من 3: صدقة جارية أو علم ينتفع به أو ولد صالح يدعو له. لئن كانت الدنيا تدوم لواحد لكان رسول الله فيها مخلدا. अगर दुनिया बचती किसी लिए तो बचती प्यारे रसूल के लिए सल्लल्लाहु अलैहि मुहम्मद सल्लल्लाहु अलैहि वसल्लम. എല്ലാവരും ഒന്നിച്ച് ചൊല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
اللهم صل على محمد യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ആദരണീയരായ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന എനിക്ക് ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ നമ്മുടെ ഈ മഹല്ല് ജമാഅത്തിൻ്റെ സമാധാനായ പ്രസിഡന്റ് ആദരണീയരായ MP അബൂബക്കർ ഹാജി അവറുകളെ, ഈ വേദി ഉദ്ഘാടനം ചെയ്ത് നമ്മെ ധന്യരാക്കിയ നമ്മുടെ കൊച്ചുമക്കൾക്ക് പരിശുദ്ധമായ ഖുർആനിൻ്റെ വിദ്യ പകർന്നു നൽകുന്ന വളരെ സ്തുത്യർഹമായ രീതിയിൽ നമ്മുടെ മഹല്ലിൽ നടന്നു വരുന്ന മദ്രസയുടെ നേതൃത്വം ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആദരണീയരായ സദർ ഉസ്താദ് മുഹയ്യദ്ദീൻ ബാഖവി അവറുകളെ, നമ്മുടെ ഈ വേദിക്ക് സ്വാഗത ഭാഷണം നടത്തിയ 2015 പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ജശ്നെ മീലാദിൽ ജശ്നെ മദീനെ എന്ന പ്രോഗ്രാമിൽ സ്വാഗത ഭാഷണം നടത്തിയതിൻ്റെ ചെയർമാൻ ആദരണീയരായ VK ഹാരിസ് ഹാജി അവറുകളെ, ഈ പരിശുദ്ധമായ സദസ്സിനെ വിശുദ്ധ ഖുർആൻ വചനങ്ങൾ കേൾപ്പിച്ച് ഈ സദസ്സിനെ ധന്യരാക്കിയ, ഈ സദസ്സിൻ്റെ ആദരവേറ്റുവാങ്ങുകയും ചെയ്ത, ഈ നാടിൻ്റെ തന്നെ ആദരവേറ്റുവാങ്ങിയ ഹാഫിൽ മുഹമ്മദ് ഫായിസ് അവറുകളെ, നമ്മുടെ ഈ സദസ്സിന് ദുആക്ക് നേതൃത്വം നൽകി നമ്മെ സന്തോഷിപ്പിച്ച നമ്മുടെ മഹല്ല് ജമാഅത്തിലെ സമാധാനായ ഖതീബ്, എല്ലാ നല്ല ചലനങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഉസ്താദ് സാജിദ് അമാനി അവറുകളെ, ഈ വേദിയിൽ ഇവിടെ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെട്ട മാസിക ഏറ്റുവാങ്ങി ഈ മഹല്ലത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടലുകൾ നടത്തുകയും ഈ മഹല്ലത്തിനെ മാതൃകാ മഹല്ലാക്കി മാറ്റുന്നതിൽ കഠിന പരിശ്രമം നടത്തുകയും ചെയ്യുന്ന ആദരണീയരായ VK അബ്ദുൽ നാസർ ഹാജി അവറുകളെ, നമ്മുടെ ഈ പരിപാടിയുടെ സ്വാഗത സംഘം കൺവീനർ ആദരണീയരായ VK മഹ്മൂദ് ഹാജി, മഹല്ല് ജമാഅത്തിൻ്റെ ഭാരവാഹികളെ, ഹബീബായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1400-ാം ജന്മദിനം ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ സമുചിതമായി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതിൻ്റെ ഭാഗമായി ചേരാൻ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അറിയാനും കേൾക്കാനുമൊക്കെയായി ഈ വേദിയിൽ ഒത്തുചേർന്നിരിക്കുന്ന സ്നേഹനിധികളായ ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ഹബീബിനെ സ്മരിക്കുവാനാണോ നമ്മൾ ഈ വേദിയിൽ ഒത്തുചേർന്നിരിക്കുന്നത്, ആ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ ഒരുമിച്ചിരിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിച്ച പോലെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ നാളെ മഹ്ശറയിലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് നാളെ സ്വർഗത്തിലും ഒരുമിച്ചു ചേരാൻ അല്ലാഹു ഈ വേദി കാരണമാക്കി തരട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്ത് ഒരൽപ്പനേരം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. 3-4 ദിവസമായി പരിപാടി ഇവിടെ നടക്കുന്നു എന്ന്, വളരെ സജീവമായി നടക്കുന്നു എന്നറിയാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുകയാണ് നിങ്ങളെ വേഗം പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത് എന്ന്. ഇന്നലെ രാത്രി 2 മണിയോളമായി ഇവിടെ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോകാൻ എന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇന്ന് വേഗം അവസാനിപ്പിച്ച് നിങ്ങളെ പിരിച്ചുവിടലാണ് ഏറ്റവും നല്ലത് എന്നെനിക്ക് തോന്നിപ്പോവുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയത്തിലെല്ലാം മാതൃകയാണ്. ഒരാളെയും ബുദ്ധിമുട്ടിക്കരുത് എന്ന് പഠിപ്പിച്ച നബിയാണ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരെയും സന്തോഷിപ്പിക്കണം. ഞാൻ അവരുടെ ആമുഖമായി ഇവിടെ കയറി വന്ന് ഇരുന്ന സമയത്തു തന്നെ ഞാൻ കാണുന്നത് നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചര്യയാണ് നിങ്ങൾ ഹയാത്താക്കിയത്. ഏതു മനുഷ്യനെ സന്തോഷിപ്പിക്കുക ഭയങ്കര കൂലിയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നതായി കാണാൻ കഴിയും. അള്ളാഹുവിന് ചെയ്തു കൊടുക്കേണ്ട നിർബന്ധമായ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് സുറൂറുൻ തുദ്ഖിലുഹു ഖൽബ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ മനസ്സിലേക്ക് നീ കടത്തിവിടുന്ന സന്തോഷമാണ് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം ഇന്ന് ചെയ്യാൻ മടിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം, ചിലപ്പോൾ ഒരു വാക്ക് കൊണ്ടാവും, ചില സമയം ഒരു നോട്ടം കൊണ്ടാവും, ചിലപ്പോൾ പെരുമാറ്റം കൊണ്ടാവും, ചില സമയത്ത് ഒരു തലോടലാവും, ചില സമയത്ത് ഒരു ആശ്വാസ വാക്കുകൊണ്ടായിരിക്കും, ചില സമയത്ത് ചില പിന്തുണ പ്രഖ്യാപിക്കൽ കൊണ്ടാവും, ചില സമയത്ത് സാമ്പത്തികമായ ചില സഹായം ചെയ്യൽ കൊണ്ടാവും. ഏതു രീതിയിലാണെങ്കിലും ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര പുണ്യമാണ്. ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. ഗൾഫ് രാജ്യത്തൊക്കെ പോയാൽ ഇപ്പോൾ സ്വഭാവമുണ്ട്. ഇപ്പോൾ പറയാറുണ്ട് ആശംസയ്ക്ക് ഈ സംശയമൊന്നും വേണ്ടെന്ന്. അങ്ങനെ പറയും, ദേഷ്യം പിടിച്ചിട്ട്. ആശംസയ്ക്ക് ഈ സംശയമൊന്നും വേണ്ട എന്ന് പറയും, ദേഷ്യം പിടിച്ചിട്ട്. എന്താ? കേൾക്കാൻ വന്നിരിക്കുന്നവർ പറയും ഞങ്ങൾ ആശംസ കേൾക്കാൻ വന്നതല്ല, ഞങ്ങൾ പ്രഭാഷണം കേൾക്കാൻ വന്നതാണ്. പക്ഷെ ഓരോ സദസ്സിലും പരിഗണിക്കപ്പെടേണ്ടവരാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന മുനവ്വറയിൽ വെച്ച് പറഞ്ഞതായി കാണാം. മദീന പള്ളിയിലേക്ക് സ്വഹാബികളുടെയൊക്കെ വീട്ടിൽ നിന്ന് ഓരോ ആളുകളുടെയും ചുറ്റുഭാഗത്തും താമസിച്ചിരുന്ന സ്വഹാബികളുടെ വീട്ടിൽ നിന്ന് മദീന മുനവ്വറയിലേക്ക്, മദീന മസ്ജിദുൻ നബവിയിലേക്ക് കടക്കുന്ന കവാടങ്ങൾ ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും വരുമ്പോൾ മദീന പള്ളിക്ക് കടക്കാനുള്ള കവാടങ്ങൾ ഉണ്ടായിരുന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, മദീന പള്ളിയിലേക്കുള്ള എല്ലാ കവാടങ്ങളും നിങ്ങൾ അടച്ചു കളയണം. ഇല്ലാ ബാബ അബീബക്കർ, എൻ്റെ അബൂബക്കറിൻ്റെ വീട്ടിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന അബൂബക്കറിൻ്റെ പേരിലുള്ള കവാടമുണ്ട്. ആ കവാടമല്ലാത്ത എല്ലാ കവാടവും നിങ്ങൾ അടച്ചു കളയണമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? അബൂബക്കർ പരിഗണിക്കപ്പെടേണ്ട ആളാണ്. റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു പരിഗണിക്കപ്പെടേണ്ട ആളാണ് എന്ന് നിസ്കാരം തന്നെ വിളിച്ചു പറയുന്നുണ്ട്. പരിഗണിക്കപ്പെടേണ്ടവർ പരിഗണിക്കപ്പെടണമെന്നാ. എല്ലാവരും കണക്കാന്ന് പറഞ്ഞു ശരിയാവില്ലേ? റസൂലുള്ളാഹിന്റെ ചര്യക്ക് എതിരാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യക്ക് എതിരാണ്. ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. മരിക്കേണ്ട എല്ലാ വിഷയത്തിലും റസൂലുള്ളാഹി മാതൃകയാണല്ലോ. മരിക്കാൻ ഒരുങ്ങുന്ന ഒരാൾക്ക് റസൂലുള്ളാഹിന്റെ മാതൃക എന്താണെന്ന് നമ്മൾ പറയണത്. എല്ലാത്തിലും മാതൃകയാണ്. വസ്ത്രം ധരിക്കേണ്ടതിൽ പുണ്യനബി മാതൃകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം കഴിക്കേണ്ടതിൽ പുണ്യനബി മാതൃകയാണ്. ഇന്ന് നമ്മൾ പറയുന്നത് മരിക്കാൻ പോകുന്ന ഒരാൾ എങ്ങനെയാണ് മരണത്തിനായി ഒരുങ്ങേണ്ടത് എന്നാണ്. നമ്മളൊക്കെ മുമ്പിലുള്ളൊരു വിഷയമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരട്ടെ, ഏറ്റവും നല്ല ദിവസമാക്കി തരട്ടെ, ഏറ്റവും നല്ല നേരത്താക്കി തരുമാറാകട്ടെ. അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പാത്രത്തിൽ നിന്ന് പരിപാടി സമാപിക്കും ചെയ്യാമല്ലോ. ഒരു പ്രത്യേകമായ വിഷയം എനിക്ക് നൽകപ്പെട്ടിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് പരിഗണിക്കപ്പെടേണ്ടവർ പരിഗണിക്കപ്പെടേണ്ടതാണ് അല്ലേ? പക്ഷേ എന്നെ പരിഗണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് അവനവൻ ദേഷ്യം പിടിക്കാൻ പാടില്ല. അത് വേറെ മാതൃക, കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. ഞാൻ ആ പരിപാടിയുമായി സഹകരിക്കൂല. എന്താ? എന്നെ അയാൾ പരിഗണിച്ചിട്ടില്ല, അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അവൻ ചെയ്യരുതെന്ന് റസൂലുള്ളാഹിന്റെ മാതൃകയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? ഹബീബായ റസൂലുള്ളാഹി സ്വഹാബികളോട് പറഞ്ഞല്ലോ, സഹാബ, ഞാനൊരു സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ എന്നെ ആദരിച്ച് എഴുന്നേറ്റ് നിൽക്കരുത് സുഹാബ. നിങ്ങൾ എന്നെ ബഹുമാനിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കരുത് ഞാനൊരു സദസ്സിൽ വരുമ്പോൾ. അത് പറഞ്ഞ എന്തുകൊണ്ടാ?
താഴ്മ കൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ മനസ്സിലാക്കണ്ടേ, റസൂലുള്ളാഹിനെ ബഹുമാനിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം എന്നറിയോ? ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ കജഹരി ബാലികും ലിബാൽ അൻ തഹ്ബത മാലകും വഅൻതും ലാ തശ്ഉറൂൻ. അല്ലാഹുവിൻ്റെ ഹബീബ് ആരാണെന്ന് തിരിച്ചറിയാൻ ഈ ഒരേ ഒരു ആയത്ത് മാത്രം മതി, കൂടുതലൊന്നും വേണ്ട. എന്തിനാ കൂടുതൽ പറയണേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ഹബീബ് സാധാരണ മനുഷ്യനാണെന്ന് നായികക്ക് 400 വട്ടം വിളിച്ചു പറയുന്ന ആളുകൾക്ക് ഈ ആയത്ത് മതി. ഈ ആയത്ത് അവരുടെ കരണത്തടിക്കുന്നുണ്ട്. ഈ ആയത്ത് അവരുടെ കരണത്തടി കൊടുക്കുന്നത്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. റസൂലുള്ളാഹിന്റെ ശബ്ദത്തേക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ കജഹരി ബാലികും ലിബാൽ. നിങ്ങൾ പരസ്പരം പേര് വിളിക്കുന്ന പോലെ എൻ്റെ ഹബീബിനെ നിങ്ങൾ പേരെടുത്ത് വിളിക്കാനും പാടില്ല. ഖുർആനാണിത്, ആകാശത്ത് നിന്ന് വന്ന വഹയാണ്. ഏതെങ്കിലും പണ്ഡിതൻ അയാളുടെ അഭിപ്രായം എഴുതി വെച്ചല്ലേ? ഏതെങ്കിലും പണ്ഡിതൻ അയാളുടെ അഭിപ്രായം എഴുതി വെച്ചതല്ല. ആകാശത്ത് നിന്ന് ഇറങ്ങിയ വഹയാണ്, അല്ലാഹു തന്നെ പറഞ്ഞതാണ്. എന്താ ഈ ആയത്തിറങ്ങാനുള്ള കാരണം? മഹാന്മാർ രേഖപ്പെടുത്തുന്നിടത്ത് കാണാൻ കഴിയും തഫ്സീറുകളിൽ. ഒരാറാബി അള്ളാഹുവിൻ്റെ ഹബീബിനെ വന്ന്, ആറാബി എന്ന് പറഞ്ഞാൽ തന്നെ ആരാ? ആദിവാസി എന്ന് വേണേൽ നമുക്ക് പറയാം. പക്ഷെ ഇപ്പോഴത്തെ ആദിവാസി അല്ലേ? ഇപ്പോഴത്തെ ആദിവാസി നമ്മളെക്കാളും സംസ്കാരമുള്ള ആളാണ്. പഴയ കാലത്തെ ആദിവാസി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാട്ടറബി വന്നുകൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബിനെ വിളിച്ചു. സംസ്കാരം അറിയാത്ത ആളാ. യാ മുഹമ്മദോ, ഏ മുഹമ്മദേ എന്ന് വിളിച്ചു. അല്ലാഹുവിനെ ദിട്ടമായില്ല. നിങ്ങൾ ചിന്തിക്കണേ, രാജാതിരാജനായ റബ്ബിനെ ദിട്ടമായില്ല. ഉടനെ ഇറങ്ങി നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് കേൾപ്പിച്ചു. ലവലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ കജഹരി ബാലികും ലിബാൽ. നിങ്ങൾ പരസ്പരം വിളിക്കുന്ന പോലെ, മുഹമ്മദേ, അഹമ്മദേ, അബൂബക്കറേ എന്ന് നിങ്ങൾ വിളിക്കുന്ന പോലെ എൻ്റെ ഹബീബിനെ നിങ്ങൾ വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിച്ചാൽ അൻ തഹ്ബത അമാലുകും, നിങ്ങളുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകും. വഅൻതും ലാ തശ്ഉറൂൻ, പൊളിഞ്ഞു പോകുന്നത് നിങ്ങൾ അറിയില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിൻ്റെ ഹബീബിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. അവരുടെ അമലുകൾ അവർ ചെയ്യുന്നത് മുഴുവൻ ദിനേന പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിനെ വേദനിപ്പിക്കുക. ഞാൻ ചോദിക്കട്ടെ, പുണ്യ നബി ഏതൊരാളുടെ മുഖത്ത് നോക്കിയിട്ടും എൻ്റെ വാപ്പ നരകത്തിലാന്ന് പറഞ്ഞതിനേക്കാളും വലിയ വേദന ഏതാ? നിന്റെ ഉമ്മ നരകത്തിലാണ് എന്ന് പറയുന്നതിനേക്കാളും വലിയ വേദന ഏതാണ്? ഞാൻ ഈ വിഷയം എവിടെ നിന്ന് പറയണം, എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. ഞാൻ അല്പനേരം പറയുകയാണ്. ഞാൻ ഉദ്ദേശിച്ച വിഷയത്തിലേക്ക് കടന്നു വരുന്നു. ഏതൊരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയും നിന്റെ വാപ്പ നരകത്തിലാണ്, നിന്റെ ഉമ്മ നരകത്തിലാണ് എന്ന് പറയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന കഠിന വേദനയുടെ ആഴം എത്രയാണ്? ചില ആളുകളുടെ പണി ഓല് ജനിച്ച തന്നെ ഇതിനാ. ഓലെ പണിന്നതാ പേപ്പറും പേനയും തീട്ട് റസൂലുള്ളാഹിന്റെ അമ്മയും വാപ്പി നരകത്തിലാണ്. അത് പറയാൻ ഒരു പണി. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ആരോടാണ് അല്ലാഹു പറഞ്ഞത്? വഖുൽ നബി അങ്ങ് പറയണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബിർഹംഹുമാ, അവർ രണ്ടുപേർക്കും നീ അവരോട് രണ്ടുപേരോടും നീ കരുണ ചെയ്യണേ. കമാ റബ്ബയാനി സഗീറാ, ചെറുപ്പത്തിൽ അവരോട് കരുണ ചെയ്ത പോലെ എന്ന് പറയാൻ അള്ളാഹു ആരോടാ കൽപ്പിച്ചത്? ഹബീബായ റസൂലുള്ളാഹിനോട്. വഖുൽ നബി നിങ്ങൾ പറയണമെന്നാ. മുശ്രിക്കായിരുന്നെങ്കിൽ വാപ്പാക്കും മാക്കും ദുആ ചെയ്യുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടാവോ? മുശ്രിക്കാണെ ദുആ എന്നിട്ട് ഫലമുണ്ടോ? ഞാൻ പറയുന്നത് പുണ്യ നബി ഇകഴ്ത്ത, റസൂലുള്ളാഹിനെ വിഷമിപ്പിക്കുക. ഇവിടെ പേരെടുത്ത് വിളിച്ചപ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ പേരെടുത്ത് വിളിച്ചാൽ, എൻ്റെ നബിയുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തിയാൽ, പുണ്യ നബിയെ നിങ്ങൾ വിഷമിപ്പിച്ചാൽ, പ്രയാസപ്പെടുത്തിയാൽ നിങ്ങളുടെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹിന്റെ ശബ്ദത്തെക്കാൾ ശബ്ദം ഉയർത്തിയ തൗഹീദിന് എന്ത് പറ്റാനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് പറ്റാൻ? അപ്പം ഞാൻ പറയുന്നത് ആദരിക്കണം എന്ന് പഠിപ്പിച്ച മതാണ് ഇസ്ലാം. ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം, സന്തോഷിപ്പിക്കണം. പുണ്യനബിയുടെ മാതൃകയാണ്. മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കവാടം നിങ്ങൾ അടക്കരുത്.
കാരണം എന്താ? സിദ്ദീഖ് ഇസ്ലാമിനൊരിക്കലും മറക്കാൻ പറ്റാത്ത മഹൽ വ്യക്തിത്വമാണ്. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, ഈ മഹലിൽ പറയുമ്പോൾ മറക്കാൻ കഴിയാത്തൊരു വ്യക്തിയുണ്ട് എന്ന്. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ പോലും ആ സ്മരണ നിലനിർത്തുവാനായി സമയല്ലാഹു ലിമൻ ഹമീദ, സമയല്ലാഹു ലിമൻ ഹമീദ. നോക്കൂ, നിങ്ങൾ ഒരു സ്ഥലത്ത് മാത്രമാണ്, വേറെ എല്ലാ സ്ഥലത്തും അല്ലാഹു അക്ബർ എന്നാണ്. സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ, സുജൂദിൽ നിന്ന് ഇരുത്തത്തിലേക്ക് വരുമ്പോൾ അല്ലാഹു അക്ബർ, ഖിയാമിലേക്ക് വരുമ്പോൾ അല്ലാഹു അക്ബർ, എല്ലാ ഇന്തിഖാലാത്തിലും അല്ലാഹു അക്ബറാണ്. റുക്കോന്ന് മാത്രം ഉയരുമ്പോൾ സമയല്ലാഹു ലിമൻ ഹമീദ. എന്താണ്? നേരത്തെ അതും അല്ലാഹു അക്ബർ തന്നെയായിരുന്നു. അവിടെയും അല്ലാഹു അക്ബർ എന്നു തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിദ്ദീഖ് തന്റെ സമ്പത്തെല്ലാം വിശുദ്ധമായ ദീനിന് വേണ്ടി ചെലവഴിച്ചു. ഫഖീറായി പോയി. അറബികൾക്കിടയിൽ ഏറ്റവും വലിയ ധനാഢ്യൻ സ്വദഖ ചെയ്തിട്ട് ഫഖീറായി. ഫഖീറായി എന്ന് പറഞ്ഞ ഇത്രത്തോടെന്ന് അറിയങ്ങൾ. വഫാത്താകുന്നതിന് മുമ്പ് മഹദി സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ, ആയിഷ കുഞ്ഞുമോളെ, നീ ഞാൻ നിനക്ക് തന്ന സ്വത്ത് തിരിച്ചു തരുമോ? ഞാൻ കടക്കാരനാണ് മോളെ, കടക്കാരനായി ഞാൻ മരിക്കുന്നതിൽ എനിക്ക് വല്ലാത്ത വേദനയുണ്ട്. അതുകൊണ്ട് കുഞ്ഞുമോളെ, ഞാൻ നിനക്ക് തന്ന ആ സ്വത്ത് എനിക്ക് തിരിച്ചു തരുമോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉപ്പ എടുത്തോളൂ, തിരിച്ചു കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് മുസ്ലിംകളുടെ ഖജനാവിലേക്ക് ലയിപ്പിച്ചു. ലയിപ്പിച്ചിട്ടാണ് മഹാനവർകൾ മരിക്കുന്നത് ലോകത്തോട് ഇവിടെ പറയുന്നത്. മരിക്കുമ്പോൾ പോലും ഫഖീറാണ്. എങ്ങനെ ഫഖീറായത്? സുന്ദരമായ മണിമാളിക എടുത്ത് ഫഖീറായതല്ല, മംഗലം കഴിച്ച് കടക്കാരനായതല്ല, മോളെ കെട്ടിച്ച് കടക്കാരനായതല്ല, മകനോട് കെട്ടിച്ചു കടക്കാരനായതല്ല, വലിയ ബിസിനസ് തുടങ്ങിയിട്ട് കടക്കാരനായതല്ല. എല്ലാം അല്ലാഹുവിന്റെ ഹബീബിന് എടുത്തു കൊടുത്തു ഫഖീറായി പോയി. ഒരിക്കൽ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു രംഗം വിശദീകരിക്കുന്നുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറയാൻ ഉദ്ദേശിച്ച പുണ്യ നബി എങ്ങനെ മരിക്കാൻ പറഞ്ഞതെന്നാണ്. അത് പഠിക്കേണ്ടതാണല്ലോ, അത് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതാണ്. അതാ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നിങ്ങൾ ഇവിടെ ഈ ചെയ്തതൊക്കെ കൂടി കണ്ടപ്പോൾ എൻ്റെ മനസ്സിനൊരു വല്ലാത്ത സന്തോഷമായി. നിങ്ങൾ എന്നോട് കൊടുപ്പിച്ചതല്ല, അത് മോശമായി എന്ന് എനിക്ക് പറയാനുള്ളത്. ഓരോരുത്തരോടും കൊടുപ്പിക്കേണ്ടി തോന്നുന്നു. ഞാൻ ഈ സദസ്സിൽ ആരും അല്ലല്ലോ. ഓരോരുത്തരോടും ഒരു ആദരിക്കപ്പെടേണ്ടവരും നിങ്ങൾ ചെയ്തതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. എന്തുകൊണ്ട്? നിങ്ങളെല്ലാ ഉസ്താദ്മാരെയും വിളിച്ചിട്ട് വിളിക്കൊക്കെ ഒരു കടലാസിൻ്റെ തുണ്ട് കൊടുത്താലും അതൊരാദരവാണ്. എന്ത് കൊടുത്തു എന്നല്ലേ? ആ ഷീൽഡ് കിട്ടിയിട്ട് അല്ലെങ്കിൽ ഫലകം കിട്ടിയിട്ട് എന്തു കാര്യം? അതല്ല, ഹൃദയത്തിൻ്റെ സ്നേഹം കൈമാറലാണ്. സ്നേഹം. പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ചു, ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉസ്താദിന് എന്താ ആരും കൊടുക്കാത്തതെന്ന്. അപ്പോഴാണ് അത് ആ ഉസ്താദല്ല, ഞാൻ നേരത്തെ കണ്ട നാസർക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. മൂപ്പര് ഉസ്താദുമാരെ മാതിരിയാണ്. ഞാൻ പറഞ്ഞു, ഈ ഉസ്താദ് എല്ലാവർക്കും കൊടുക്കാൻ പറയുന്നുണ്ടല്ലോ, മൂപ്പർക്ക് കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് നേരത്തെ ഞാൻ വന്നപ്പോൾ കണ്ട നാസർക്ക ഉസ്താദുമാർ അതേ ക്വാളിറ്റിയിലാണ്. ആ ഇൽമിനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണല്ലോ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഞാൻ പറയാം, പരിഗണിക്കപ്പെടേണ്ടവർ പരിഗണിക്കപ്പെടണം. വിവാഹത്തിൻ്റെ ദിവസമായാലും നിശ്ചയമായാലും മംഗലമായാലും വിളിക്കപ്പെടേണ്ടവർ വിളിക്കപ്പെടണം. അതൊന്നും ഞാൻ ഇപ്പോൾ ആരോടും പറയുന്നില്ല. എന്താ ഇപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സുഖമുള്ള വർത്താനല്ലോ. ലോകത്തിന് ഇന്ന് ഏറ്റവും വലിയ മടിയെന്നാണ്. കേരളക്കാർക്ക് ഏറ്റവും വലിയ മടി എന്ന് പറഞ്ഞാൽ ഒരാളെ കണ്ടാൽ ചിരിക്കാൻ മടിയാണ്. ചിരിക്കാൻ എത്ര പൈസ ചിലവ്? നിങ്ങൾ മിണ്ടാതെ. ചിരിക്കാൻ എത്ര പൈസ ചിലവ്? നിങ്ങൾ മിണ്ടില്ലല്ലോ. ചിരിക്കാൻ എത്ര പൈസ ചിലവ്? ഒരു ചിലവില്ല. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖിൻ ഔ തലീഖിൻ, നിന്റെ സഹോദരനെ കാണുമ്പോൾ നീ ഒരു പുഞ്ചിരിക്കുന്നത് പോലും നിനക്ക് അല്ലാഹു സദഖയായി രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഭാര്യ വാതിൽ തുറന്നു തരുമ്പോൾ എത്ര ദേഷ്യം പിടിച്ചിരിക്കുന്നവളാണെങ്കിലും അവരുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചെങ്കിൽ നിങ്ങളോടുള്ള എല്ലാ വിരോധവും തീർന്നു പോയേനെ. മടിയാ ചിരിക്കാൻ. നിങ്ങൾക്കല്ല കേട്ടോ, നിങ്ങൾക്കല്ല. നിങ്ങൾ ആഴ്ചയിലും മാസത്തിലൊക്കെ നാട്ടിൽ വരുമ്പോൾ ചിരി തന്നെ ചിരിയാ.
നിങ്ങളെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, എപ്പോഴും ഒപ്പം നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് സന്തോഷിപ്പിക്കുക, അള്ളാഹുവിന് ചെയ്തു കൊടുക്കാനുള്ള നിർബന്ധമായ കാര്യങ്ങൾ ചെയ്താൽ പിന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് സുറൂറുൻ തുദ്ഖിലുഹു ഖൽബ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ മനസ്സിലേക്ക് നീ കടത്തിവിടുന്ന സന്തോഷമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിം ഒന്നുമല്ല ആ മുസ്ലിം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മക്കം ഫത്തഹിന്റെ ഘട്ടത്തിലല്ലേ അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കണേ. ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കണ്ടേ? ഉസ്താദെ, പശുവിറച്ചു തിന്നാൻ പറ്റുന്നില്ല, അടിച്ചു കൊല്ലുകയാണ്. എന്താ മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാട്? അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. മക്കം ഫതഹിന്റെ ഘട്ടമാണ്. മക്ക ഇസ്ലാമിന് കീഴൊതുങ്ങുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് കയറി വന്നിട്ട് പറഞ്ഞല്ലോ, പ്രതികാരം ചോദിക്കേണ്ട ഘട്ടമായിരുന്നു അത്. പ്രതികാരം ചോദിച്ചതല്ല, മക്കയിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ആരാണോ അവരവരുടെ വീട്ടിൽ കതകടച്ച് വാതിലടച്ച് കിടന്നുറങ്ങിയത്, വാതിൽ അടച്ച് അവരവരുടെ വീട്ടിൽ അടങ്ങിയതാരാണോ അവർ രക്ഷപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധമായ കഅബയിൽ അഭയം പ്രാപിച്ചവരാണോ അവരും രക്ഷപ്പെട്ടിരിക്കുകയാണ്. അബൂ സുഫിയാന്റെ വീട്ടിൽ ആരാണോ അഭയം പ്രാപിച്ചത് അവരും രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ, മക്കം ഫത്തഹിൽ സ്വഹാബികൾ മക്കയിലേക്ക് കയറാൻ, മക്ക വിജയിക്കാൻ അവസാനത്തൊരു പോരാട്ടം ഉണ്ടാവൂലേ അല്ലേ? ഇറാഖ് പിടിച്ചെടുത്തപ്പോൾ, അഫ്ഗാൻ പിടിച്ചെടുത്തപ്പോൾ, അല്ലേ, അമേരിക്ക പിടിച്ചെടുത്ത, അതേപോലെ ലിബിയയ്ക്ക് നേരെ അതിശക്തമായ അക്രമങ്ങൾ സഖ്യസേന നടത്തിയ സമയം, നമ്മൾ ഏതൊരു പോരാട്ടത്തിൻ്റെയും അവസാനം നമ്മൾ കാണാറുള്ളത് രൂക്ഷമായ പോരാട്ടത്തോടുകൂടെ വിജയം വരിക്കലാണ്. എന്നാൽ ഇസ്ലാമിന് അങ്ങനെ ഒരു ചരിത്രമില്ലല്ലോ, അങ്ങനെ ചരിത്രമില്ല. പരിശുദ്ധമായ മക്ക കീഴൊതുക്കുകയാണ്, ഇസ്ലാമിന് കീഴ്പ്പെടുകയാണ്. പുണ്യനബിയും സഹാബികളും മക്കയിലേക്ക് കടക്കുന്നു. സമാധാനപരമായാണ് കിടക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, അന്ന് കല്ലെറിഞ്ഞവർ ശൈബ അബീ ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ അള്ളാഹുവിന്റെ ഹബീബിനെ 3 കൊല്ലം തടഞ്ഞു വെച്ചവർ, വെള്ളം കൊടുക്കാത്തവർ, ഭക്ഷണം കൊടുക്കാത്തവർ, ക്രൂരമായി പീഡിപ്പിച്ചവർ മുഴുവനുണ്ട്. ബദറിലും ഉഹദിലും റസൂലുള്ളാഹിനോട് പകരം ചോദിക്കാൻ വന്നവരുണ്ട്. ശ്രദ്ധിക്കണേ, മക്കയിലേക്ക് കടന്നു വരുമ്പോൾ പറയുന്നത് എന്താ? ലാ തസ്രീബ അലൈക്കുമുല്ലോ, ഇന്ന് നിങ്ങളോട് ഞാൻ പ്രതികാരം ചെയ്യുന്നില്ല, എല്ലാവർക്കും മാപ്പാണ്. അതുകൊണ്ട് സ്വന്തം വീടുകളിൽ അടങ്ങിയൊതുങ്ങി കഴിഞ്ഞ ആളുകൾക്ക് നേരെ സഹാബാ, നമ്മളോടെന്ത് ക്രൂരത കാണിച്ചവരാണെങ്കിലും അതിക്രമം കാണിക്കാൻ പാടില്ല സഹാബാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബയിൽ അഭയം പ്രാപിച്ചവർക്ക് നേരെയും അതിക്രമം കാണിക്കാൻ പാടില്ല. അബൂ സുഫിയാന്റെ വീട്ടിൽ കയറി നിന്നവർക്ക് നേരെയും അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചവരെയും ഒന്നും ചെയ്യാൻ പാടില്ല സ്വഹാബ. ഏത് അബൂ സുഫിയാനാ? ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായ അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ ഇത് കേട്ടപ്പോൾ അബൂ സുഫിയാന്റെ മനസ്സ് ഉരുകിപ്പോയി. അബൂ സുഫിയാൻ കടന്നു വന്നല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇതാണോ മുഹമ്മദ് എന്ന് ചോദിച്ചാണ് അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. നമ്മൾ ചെയ്യേണ്ടതാ. നമ്മൾ ഏത് ലോകത്താണ് മനസ്സിലായിട്ടില്ല, ഏത് ലോകത്താണ് നമ്മളുള്ളത് എന്ന് മനസ്സിലായിട്ടില്ല. ചെറുപ്പക്കാർ നല്ലോണം ശ്രദ്ധിക്കണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ലേ, എല്ലാ ലോകത്തിനും കരുണയാണെന്ന് പറയാം. എല്ലാ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? കുല്ലു ഷൈഇൻ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്ത എല്ലാറ്റിനും പറയുന്ന പേരാണ് ആലമീൻ. കുല്ലു ഷൈഇൻ സിവല്ലാഹ്. അപ്പൊ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്താ? അല്ലല്ലാത്ത എന്തൊക്കെ സൃഷ്ടിജാലങ്ങളുണ്ട് അവക്കൊക്കെ കരുണയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യർക്ക് കരുണയാണ്, ജന്തുജീവജാലങ്ങൾക്ക് കരുണയാണ്. ഈ പ്രപഞ്ചത്തിൽ ഒരു പരമാണുവിന് പോലും കരുണയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതിൽപ്പെട്ട തന്നെയല്ലേ ശത്രു? ശത്രുവിനും കരുണയാണ്. ശ്രദ്ധിക്കണേ, ശത്രുവിനും കരുണയാണ്. ശത്രുവിനോട് എങ്ങനെ പെരുമാറണ്ടേ? എങ്ങനെ പെരുമാറണ്ടേ? ഞാൻ മിണ്ടാത്തെ. ശത്രുവിനോട് എങ്ങനെ പെരുമാറണ്ടേ?
ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ, ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ. ഇങ്ങോട്ട് ഉപദ്രവം ചെയ്യുന്നവരോട് തിരിച്ചു നന്മയാണ് ചെയ്യേണ്ടത്. നാം മുസ്ലിം ലോകത്തിന്റെ അവസ്ഥ എന്താ? ഇങ്ങോട്ട് തിന്മ ചെയ്യുന്നവരോട് ഇരട്ടി തിന്മ ചെയ്യണമെന്നാ ഇന്ന് നമ്മൾ പഠിച്ചതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന് തോന്നിപ്പോവുകയാണ്. ചെറുപ്പക്കാരൻ നല്ലോണം ശ്രദ്ധിക്കണേ. ഇത് ഞാൻ ഖുർആനാ പറഞ്ഞ എൻ്റെ അഭിപ്രായമല്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ചെയ്തത്? അല്ലാഹുവിന്റെ ഹബീബ് എന്താണ് ചെയ്തത്? ഒറ്റ സംഭവം പറഞ്ഞോട്ടെ ഞാൻ. വഫ്തു ബനി അബ്ദുൽ ഖൈസ്, അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന ആരുടെ മക്കളും ഗോത്രവും താമസിച്ചിരുന്നു മദീനയിൽ നിന്ന് അല്പം അകലെയായി. അവർ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്നു. ശ്രദ്ധിക്കണേ, ശത്രുവിനോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് പൊന്നുനബി പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തിലും മാതൃകയുണ്ട്. ഞാൻ പറഞ്ഞത് സ്നേഹം, അതിരില്ലാത്ത സ്നേഹം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് അവർ വന്നു. അവർ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഹബീബായ നബിയേ, ഞങ്ങൾ അങ്ങയോട് വിശ്വസിച്ചല്ല നബിയേ, പക്ഷേ എല്ലാ സമയത്തും അങ്ങയുടെ അടുത്തേക്ക് വരാൻ ഞങ്ങൾക്ക് കഴിയില്ല. ബൈനനാ വബൈനകും മുദർ, ഞങ്ങളുടെയും മദീനയുടെയും ഇടക്ക് മുദർ ഗോത്രം താമസിക്കുന്നുണ്ട്. മുദർ ഗോത്രം താമസിക്കുന്നുണ്ട്. ആ മുദർ ഗോത്രത്തിന്റെ പ്രത്യേകത, മുദർ ഗോത്രം റസൂലുള്ളാഹിന്റെ കഠിന ശത്രുക്കളാണ്. വേണ്ട, ഞാൻ പറയാം. മുദർ ഗോത്രം റസൂലുള്ളാഹിന്റെ കഠിന ശത്രുക്കളാണ്. സാധാരണ വെള്ളം പറയുമ്പോൾ വെള്ളം കുടിക്കില്ല. എല്ലാവരും ചോദിക്കുക, എന്താ വെള്ളം കുടിക്കാത്തതെന്ന്. എനിക്ക് വെള്ളം കുടിക്കണം തോന്നാറില്ല. എന്നെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇയാൾക്കൊരു 10 ഗ്ലാസ് വെള്ളം കൊടുക്കാൻ. അത് നന്മയാണ്. കാരണം സാഹചര്യം അനുസരിച്ച് പെരുമാറാണല്ലോ. അല്ലാഹു കൂലി തരട്ടെ. പക്ഷേ ഈ സ്വലാത്ത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ വെള്ളം കുടിക്കേണ്ടി വരാറില്ല. അത് 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ ആയാലും അങ്ങനെ അനുഭവം ഉണ്ടാവാറുള്ളത്. അല്ലാഹു എല്ലാം നിലനിർത്തി തരട്ടെ. ബൈനനാ വബൈനകും മുദർ വഫ്തു ബനി അബ്ദുൽ ഖൈസ്, അബ്ദുൽ ഖൈസിന്റെ ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, ഹബീബായ നബിയേ, എപ്പോഴും അങ്ങയുടെ അടുത്തേക്ക് വരാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ഞങ്ങൾ എപ്പോഴാണോ വരുന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. എപ്പോഴും വരാനുള്ള സാധ്യത. കാരണം ബൈനനാ വബൈനകും മുദർ, ഞങ്ങളുടെയും നിങ്ങളുടെയും ഇടക്കാണ് മുദർ ഗോത്രമുള്ളത്. മുദർ ഗോത്രം റസൂലുള്ളാഹിന്റെ കഠിന ശത്രുക്കളാണ്. ഇവർ പറഞ്ഞു, ഹബീബായ നബിയേ, മുദർ ഗോത്രം താമസിക്കുന്ന ഭാഗത്തുകൂടെ വേണം മദീനയിലേക്ക് ഞങ്ങൾ വരാൻ. ഞങ്ങൾ വരുന്നത് കണ്ടാൽ അങ്ങയോട് വിശ്വസിച്ച ആളുകളാണ് ഞങ്ങളെന്ന് കണ്ടാൽ അവർ ഞങ്ങളെ തടഞ്ഞു വെക്കും, ബന്ദികളാകും നബിയെ. ഞങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ അടിച്ചുവിടും യാ റസൂലല്ലാഹ്. അതുകൊണ്ട് ഹബീബായ നബിയേ, യാ റസൂലല്ലാഹ്, അതുകൊണ്ട് ഞങ്ങൾ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ളതങ്ങ് പറഞ്ഞു തരണേ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ആവശ്യപ്പെട്ടു. ശ്രദ്ധിക്കണം, അപ്പം മുദർ ഗോത്രം എത്ര വലിയ കഠിന ശത്രുക്കളെന്ന് ആലോചിച്ചു നിങ്ങൾ. ഈ മുദർ ഗോത്രം ഒരു ദിവസം അതാ, മുദർ ഗോത്രത്തിന് ഒരു കാലമായപ്പോൾ അവർക്ക് പട്ടിണി പിടിപെട്ടു. പട്ടിണിയായി, അവർക്ക് പരിവട്ടമായി, ദാരിദ്ര്യം പിടിപെട്ടു. അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, ഉടുക്കാൻ വസ്ത്രങ്ങളില്ല. ആരോ അവരോട് ചെന്നിട്ട് പറഞ്ഞു, മദീനയിലുണ്ട് കരുണയുള്ള ഹൃദയമുള്ള ഒരു മനുഷ്യൻ, മുഹമ്മദ് എന്നാണ് അയാളുടെ പേര്. നിങ്ങൾ അയാളുടെ അടുത്ത് ചെന്ന് നിങ്ങളുടെ പ്രയാസം പറഞ്ഞാൽ നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് അയാൾ പരിഹാരം കാണും. അപ്പൊ ഇവർ പറഞ്ഞു, മുഹമ്മദിന്റെ അടുത്തോ? മുഹമ്മദ് ഞങ്ങളുടെ കൊടിയ ശത്രുവാണ്. മുഹമ്മദിനെ അറിയാം ഞങ്ങൾ മുഹമ്മദിന്റെ ശത്രുവാണെന്ന്. അതുകൊണ്ട് മുഹമ്മദ് ഞങ്ങളെ സഹായിക്കില്ലേ? സഹായിക്കില്ല, സഹായിക്കില്ല. ഈ പറഞ്ഞ ആൾ പറഞ്ഞു, മുഹമ്മദിന്റെ കരുണയുടെ മുമ്പിൽ ശത്രുതയില്ല. നിങ്ങൾ പോയി നിങ്ങളുടെ വിഷയം പറഞ്ഞ് മുഹമ്മദ് നിങ്ങളുടെ സഹായിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും മുദർ ഗോത്രം പുറപ്പെടാൻ തീരുമാനിച്ചു. അവർ നേരെ മദീന മുനവ്വറയിൽ വന്നു. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിന്റെ മുറ്റത്താണവർ. ആരോ റസൂലുള്ളാഹിനെ വിവരമറിയിച്ചു, ഹബീബായ നബിയേ, മുദർ ഗോത്രക്കാരങ്ങയെ കാണാൻ നിന്നിട്ടുണ്ട് നബിയേ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുദർ ഗോത്രക്കാർ വന്നറിഞ്ഞപ്പോ അവരുടെ ആവശ്യം അറിയാൻ വേണ്ടി വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. മുദർ ഗോത്രത്തിൽപ്പെട്ടൊരു സംഘം ആളുകളുണ്ട്. ഹദീസിൽ കാണുന്നത് അവർ മുഴുവനും മുദർ ഗോത്രക്കാരാണ്. അല്ലെങ്കിൽ ജുല്ലുഹും മിൻ മുദർ, ജുല്ലുഹും മിൻ മുദർ, അവരിലെ അധിക ആളുകളും മുദർ ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം?
അവർ പറഞ്ഞു, നബിയേ മുഹമ്മദേ, ഞങ്ങളുടെ നാട്ടിൽ പട്ടിണിയാൻ, കഴിക്കാൻ ഭക്ഷണമില്ല, ഉടുക്കാൻ തുണിയില്ല, കീറിപ്പറഞ്ഞ വസ്ത്രമാണ് അവർ ധരിച്ചിരിക്കുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ പറഞ്ഞു, ഞങ്ങളേറെ പ്രയാസത്തില, നിനക്ക് വല്ലതും ചെയ്തു തരാൻ കഴിയുമോ? ഇതങ്ങ് കേട്ടപ്പോഴേ ഫതമറഗ വജൂഹു, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖമാവരണമായി. ഇവർ വന്നത് ഫീ സ്വദരിൻ നഹാർ, പകലിന്റെ തുടക്കത്തിലായിരുന്നു എന്ന് ഹദീസുകളിലുണ്ട്. അല്പസമയം കഴിഞ്ഞു, ളുഹറിന്റെ സമയമായി. ഫഅമറ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തു. ഇഖാമത്ത് കൊടുക്കാൻ പറഞ്ഞു. ഇഖാമത്ത് കൊടുത്തു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഹ്റാബിലേക്ക് കയറി നിന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപാടെ സ്വഹാബാക്കളോട് പറഞ്ഞു, സ്വഹാബാ, മുളർ ഗോത്രക്കാരുണ്ട് നമ്മുടെ പള്ളിയുടെ മുറ്റത്ത്, അവരൊക്കെ ക്ഷാമം പിടിപെട്ടിരിക്കുകയാണ്, കഴിക്കാൻ ഭക്ഷണമില്ലത്രേ, ഉടുക്കാൻ ഉടുതുണിക്ക് മറുതുണിയില്ലത്രേ. അതുകൊണ്ട് സഹാബാ, ആരുടെ വീട്ടിലാണോ ഭക്ഷണമുള്ളത് അവർ ഭക്ഷണം കൊണ്ടുവരൂ, ആരുടെ കയ്യിലാണ് വസ്ത്രമുള്ളത് അവർ വസ്ത്രം കൊണ്ടുവരൂ, ആരുടെ കയ്യിലാണ് പണമുള്ളത് അവർ പണം കൊണ്ടുവരൂ. സ്വഹാബികൾക്കറിയാം മുളർ ഗോത്രക്കാർ കഠിന ശത്രുക്കളാണ് എന്നറിയാം. നിങ്ങൾ ചിന്തിക്കണേ, ഇന്ന് മുസ്ലിം ലോകം എവിടെയാണ്? പുണ്യനബി എവിടെയാണ്? നമ്മൾ ആലോചിക്കണം. പുണ്യനബി എവിടെയാണ്? മുസ്ലിം ലോകം എവിടെയാണ്? ഇന്ത്യ നീറി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഞാനിത് പറയുന്നത്. പള്ളിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഒരാ മുസ്ലിം പോലും ഇത് കേൾക്കാനില്ലല്ലോ. എന്താ? ഇസ്ലാമിന്റെ സ്നേഹവും ഇസ്ലാമിന്റെ കരുണയും പുണ്യനബിയുടെ കരുണയും അതാണ് എന്ന് തിരിച്ചറിയാനാണ്. അല്ലാഹുവേ അർഹമുർ റഹീമീനായ അല്ലാഹ്, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴിയെ, ആ പ്രവാചകൻ കാണിച്ച വഴിയെ നടക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ശ്രദ്ധിക്കണേ എൻ്റെ പ്രിയമുള്ളവരെ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പറഞ്ഞപ്പോൾ സ്വഹാബികളതാ നിസ്കാരം കഴിഞ്ഞ് മദീന പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എന്നിട്ടോ സ്വഹാബികളതാ വീണ്ടും തിരിച്ചു വരികയാണ്. ഭക്ഷണമുള്ളവർ വീട്ടിൽ നിന്ന് ഭക്ഷണം എടുത്തു കൊണ്ടുവരുന്നു, വസ്ത്രമുള്ളവർ വസ്ത്രം കൊണ്ടുവരുന്നു, പണമുള്ളവർ പണം കൊണ്ടുവരുന്നു. ഏതാനും മണിക്കൂറുകൾക്കകം സ്വഹാബികൾ പറയുകയാണ്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി പറയാണ്, റഅയ്തു ഖുഐനി മിനത്താമി വല്ലിബാസ്, ഏതാനും സമയം കൊണ്ട് വസ്ത്രത്തിന്റെയും ഭക്ഷണത്തിന്റെയും രണ്ട് കുന്നുകളാണ് ഞാൻ കണ്ടത്. മദീന പള്ളിയിൽ രണ്ട് കുന്നുകൾ, ഒന്ന് ഭക്ഷണത്തിന്റെ കുന്നും ഒന്ന് വസ്ത്രത്തിന്റെ കുന്നും സ്വഹാബികൾ കൊണ്ടുപോയി കൊടുത്തു. ആ സമയത്ത് വേറെ സ്വഹാബി പറയുന്നുണ്ട്, ഒരു പ്രായമുള്ള വൃദ്ധനായ ആൾ ആ സദസ്സിലേക്ക് ഒരാൾ കടന്നു വരുന്നു. അയാളുടെ കയ്യിലൊരു സഞ്ചിയുണ്ട്. അയാൾക്കത് വഹിക്കാൻ കഴിയുന്നില്ല. അയാൾ പൊന്തിച്ചിട്ട് പൊങ്ങില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രണ്ടാലൊന്നാണ്. ഒന്നുകിൽ ഈ സഞ്ചി പൊക്കാനും കഴിയാത്ത അത്രയും ഘനമുണ്ട് എന്നാണ് അതിന് പറഞ്ഞത്. അപ്പോൾ അത്രയും പൈസ ഉണ്ട്, കോയിൻസ് ഉണ്ട്. ചിന്തിക്കണേ, ആർക്ക് കൊണ്ടുപോയി കൊടുക്കാനാണ്? ആർക്ക് കൊണ്ടുപോയി കൊടുക്കാനാണ്? ചിന്തിക്കേണ്ട പ്രിയ മുസ്ലിമേ, ചിന്തിക്കൂ എൻ്റെ പ്രിയമുള്ള യുവ സഹോദരങ്ങളെ. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അയാൾ അത്രയും വയസ്സനാ, അതുകൊണ്ട് ചെറിയ സഞ്ചി പോലെയാൾക്ക് പൊക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സംഭാവനയിൽ പങ്കെടുത്ത ആളുകൾ ആരൊക്കെയെന്നാണ് ഇപ്പം ഇന്ന് മനസ്സിലാവുന്നത്. സാധാരണ ഒരു 10-60 വയസ്സാൽ പിന്നെന്താവും? കട്ടമ കയറാന്നാ പറയാം എൻ്റെ നാട്ടിൽ. കട്ടമ കയറാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പിന്നെ മുട്ടുപോക്കാം, നിസ്കരിക്കുമ്പോൾ സ്റ്റൂളിലാണ് നിസ്കരിക്കുക, പിന്നെ എല്ലാം പോക്കാം, കാഴ്ച ഇല്ല, ഒന്നുമില്ല, ഒക്കെ പോയി തുടങ്ങുന്ന സമയമാണ്. ഈയിടെ ഒരാൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ചിരിച്ചുപോയി. മോനെ കട്ടമ കയറുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒക്കെ എക്സ്പെൻസ് ആയിരിക്കും മക്കൾക്ക്, വാപ്പാക്ക് ചിലവാക്കുക, വാപ്പാൻ്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പം ഈ വൃദ്ധനായ ആൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അപ്പം അത്ര പ്രയാസപ്പെടുന്ന ആളുകൾ പോലും ഈ ദാനധർമ്മത്തിൽ പങ്കെടുത്തു. മഹാനായ നബിയുനാ ത്വാഹ റസൂലുള്ളാഹി വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സർവ്വലോകത്തിനും കരുണയായ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അങ്ങനെയാണല്ലോ റസൂലുള്ളാഹിനെ വിശേഷിപ്പിച്ചത്. എല്ലാത്തിനും കരുണയാണ് പുണ്യ നബീന. ആ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുദർഗോത്രക്കാരെ വിളിച്ചു. എന്നിട്ട് ഈ ഭക്ഷണവും വസ്ത്രവും എല്ലാം അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, വിശപ്പ് തീർത്തോളൂ, ദാഹം തീർത്തോളൂ, കീറി പറഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി ധരിച്ചോളൂ. കയ്യിലുള്ള പണം അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചോളൂ. ആരോട്? അല്ലാഹുവിന്റെ ഹബീബിനോട് വല്ലവരും വിശ്വസിച്ചു വന്നറിഞ്ഞാൽ അവരെ തടഞ്ഞു വെക്കുന്നവർ, അവരെ പീഡിപ്പിക്കുന്നവർ, അവർക്ക് നേരെ അക്രമങ്ങൾ അടിച്ചുവിടുന്ന ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളോടാണ് കാരുണ്യത്തിന്റെ പ്രവാചകന്റെ പെരുമാറ്റം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ പെരുമാറേണ്ടത്. ശത്രുവിനെ ഒരിക്കലും ശത്രുതാ മനോഭാവത്തിൽ മാറ്റിയെടുക്കാൻ കഴിയില്ല. ശത്രുവിനെ ഒരിക്കലും ശത്രുതാ മനോഭാവത്തിൽ മാറ്റിയെടുക്കാൻ കഴിയില്ല. എല്ലാം ചിന്തിക്കണം. നമുക്ക് ഇത് ഈ സംഭവം എവിടെയാണെങ്കിലേ ഈ സംഭവം മദീനത്താണ്. മദീന എന്ന് പറഞ്ഞാൽ 100% ഇസ്ലാമിന് 100% അനുകൂലമായ സാഹചര്യമുള്ള സ്ഥലമാണ് മദീന. മക്കത്തല്ല. മക്കത്ത് 20% ഇസ്ലാമിന് അനുകൂലമായ സാഹചര്യമുള്ളൂ, 100% അല്ലേ? ഒരു ചെറിയ വിട്ടുവീഴ്ച പല സംഭവങ്ങളിലും മുസ്ലിം ഉമ്മത്ത് കാണിച്ചിരുന്നുവെങ്കിൽ എത്രയോ കുഞ്ഞുമക്കൾ കൊല്ലപ്പെടുമായിരുന്നില്ല. പല നാടുകളിലും വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ആര്? മുസ്ലിം ഉമ്മത്ത് ചെറിയ വിട്ടുവീഴ്ച കാണിച്ചിരുന്നെങ്കിൽ അത് കാണിക്കുമ്പോൾ അവർ പറയുകയും ചെയ്യണം, ഇത് ഞങ്ങളുടെ ഹബീബ് പറഞ്ഞതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുകയാണെന്ന്. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏറ്റവും വലിയ വിട്ടുവീഴ്ച ചെയ്തതല്ലേ മക്ക വിജയത്തിലേക്ക് വഴിയൊരുക്കിയത്? വിശാലമായ വിട്ടുവീഴ്ചയല്ലേ മക്ക വിജയത്തിലേക്ക് വഴിയൊരുക്കിയത്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ഉംറ നിർവഹിക്കുവാനായി മക്കയിലേക്ക് വരികയാണ്. മക്കയിലേക്ക് റസൂലുള്ള വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അപ്പൊ തന്നെ മക്കയിൽ ശത്രുക്കളുടെ സ്വാധീനമൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു പോകുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തില് മക്കക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു ഘട്ടമാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ഉംറക്ക് വരുന്നു മക്കയിലേക്ക്. റസൂലുള്ള മക്കയിലേക്ക് ഉംറക്ക് വരുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞപ്പോൾ മക്കക്കാർ തീരുമാനിച്ചു മുഹമ്മദിനെ തടയണമെന്ന് തീരുമാനിച്ചു. സഹിഷ്ണുത പരമായി പെരുമാറാൻ കൽപ്പന ഉള്ള ആളുകളാണ് നമ്മൾ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബികളെയും അവർ തടഞ്ഞു. ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാൻ തടഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, മുഹമ്മദേ, നിന്നെ ഉംറ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. മുഹമ്മദേ, ഈ കൊല്ലം നീ തിരിച്ചു പോകണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഉംറക്കോ ഹജ്ജിനോ ഒരാൾ പുറപ്പെട്ടിട്ട് വഴിയിൽ നിന്ന് മരിക്കേ തിരിച്ചു പോരേ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുകയാണ്. എയർപോർട്ട് നിങ്ങൾ കണ്ടില്ലേ, പലപ്പോഴും അടികൂടലും വാർത്താ സമ്മേളനം നടത്തലും പ്രശ്നം ഉണ്ടാക്കലും കുഴപ്പമുണ്ടാക്കലും ഒക്കെ പത്രത്തിൽ വായിക്കല്ലേ അല്ലേ? ഉണ്ടാത്തേ നോക്ക. നിങ്ങളെ തടയുകയാണ് ഹുദൈബിയയിൽ വെച്ച്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാരുമായി കരാറുണ്ടാക്കി. അവർ പറഞ്ഞു, മുഹമ്മദേ, എന്തായാലും ഈ കൊല്ലം നീ മക്കയിലേക്ക് കടക്കാൻ പാടില്ല. ഒരു വാശിയാണുള്ളത്. മനസ്സിലായില്ല? ഒരു വാശിയാ. വെറുതെ ആവശ്യമില്ലാതെ കൊല്ലം കടക്കാക്കണമായിരുന്നില്ല. അടുത്ത കൊല്ലം കടക്കാക്കലും. കൊല്ലം നീ തിരിച്ചു പോകണം, അടുത്ത കൊല്ലം നീ വന്നോ. അതിലിപ്പോൾ എന്താ? ഒന്നുമില്ല. പിന്നെ ഒരു വാശി തീർക്കല. മക്കക്കാർ പറഞ്ഞു, നീ തിരിച്ചു പോകണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഞാൻ തിരിച്ചു പോകാം. നമ്മൾ തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കണം, അടുത്ത കൊല്ലം വരാൻ കഴിയുമെന്ന്. ഇവർ പറഞ്ഞു, ഓക്കെ, കരാർ ചെയ്യാം. ഹുദൈബിയയിൽ വെച്ച കരാർ, ഉണ്ടാക്കിയ കരാർ ചരിത്രത്തിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പുണ്യനബിയും ശത്രുക്കളും തമ്മിൽ കരാർ എഴുതി. എന്താ കരാർ എഴുതാൻ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുമതലപ്പെടുത്തിയത് അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ. ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ അലി അതിന്റെ കവാടമാണെന്ന് പുണ്യനബി തന്നെ വിശേഷിപ്പിച്ച അലി റളിയല്ലാഹു അൻഹുവിനാണ് എഴുതാൻ ചുമതലപ്പെടുത്തിയത്. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞു,
അലിയെ എഴുതൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതണം എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു എഴുതിയപ്പോൾ മക്കക്കാർ പറഞ്ഞു, മുഹമ്മദേ ലാ നഅരിഫുർ റഹ്മാന വർ റഹീം, റഹ്മാനും റഹീമുമായ അല്ലാഹനെ ഞങ്ങൾക്ക് പരിചയമില്ല, അതുകൊണ്ട് ബിസ്മി വെട്ടണം മുഹമ്മദേ, ബിസ്മി മായ്ച്ചു കളയണം മുഹമ്മദേ, ഞങ്ങൾ അംഗീകരിക്കൂല. നിങ്ങൾ ആലോചിക്കണം, പുണ്യ നബി പറഞ്ഞു, അലിയെ മായ്ക്കൂ, ബിസ്മി മായ്ക്കൂ എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ കൈ കൊണ്ട് ഞാനിത് മായ്ക്കില്ല നബി. അല്ലാഹു റഹ്മാനല്ലേ റഹീമല്ലേ, ആണലിയെ മായ്ക്കൂ അലിയെ എന്ന് ആരാ പറയുന്നത്? സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹബീബായ നബിയേ, എൻ്റെ കൈ കൊണ്ടത് മായ്ക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല യാ റസൂലല്ലാഹ്. റസൂലുള്ള മായ്ക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിൻ്റെ റസൂലും അടിമയുമായ മുഹമ്മദും മക്കക്കാരും തമ്മിലുണ്ടാക്കുന്ന കരാർ. മക്കക്കാർ പറഞ്ഞു, മുഹമ്മദേ നീ അല്ലാഹുവിൻ്റെ റസൂലാണെന്നത് ഞങ്ങൾ അംഗീകരിക്കില്ല. അങ്ങനെ അംഗീകരിച്ചാൽ പ്രശ്നമൊക്കെ തീർന്നില്ലയോ മുഹമ്മദേ? നീ അല്ലാഹുവിൻ്റെ റസൂലാണെന്ന് അംഗീകരിച്ചാൽ പ്രശ്നം തീർന്നില്ലേ? പിന്നെ നീ അത് എഴുതിയാൽ ഞങ്ങൾ അങ്ങനെ അംഗീകരിക്കാം, മായ്ക്കണം എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഹബീബ് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അലിയാരെ മായ്ച്ചേക്ക്. കാലത്താണെങ്കിൽ രാജ്യം തന്നെ യുദ്ധത്തിൻ്റെ വക്കീലെത്താൻ ഇതിലപ്പുറം വേറെന്തേ വേണോ? മുസ്ലിം ഉമ്മത്ത് പഠിക്കേണ്ട കുറെ പാടുണ്ട് ഇവിടെ. മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദ 70ാം വാർഷിക സമ്മേളനത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിനെ ശക്തിപ്പെടുത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് മതേതരത്തെ ശക്തിപ്പെടുത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതേപോലെ രാജ്യം ലോകത്തില്ല. ഇഖ്ബാൽ പാടിയില്ലേ, സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ, ഹം ബുൽബുലേ ഹേ ഇസ്കേ ഹേ ഗുൽശിതാൻ ഹമാരാ, സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ. എല്ലാ ലോകത്തെക്കാളും നല്ല ലോകം ഇന്ത്യയാണ്, എല്ലാ രാജ്യത്തെക്കാളും നല്ല രാജ്യം എന്ന് ഇഖ്ബാൽ പാടി. അത് പഠിക്കണ സമയത്ത് ദാൽഹുദായിൽ ഞാൻ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും, ദാൽഹുദ 5 എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ 10, 11 അപ്പോൾ അത് പഠിക്കണേ. അതിങ്ങനെ ഒരു ബീഹാരി ഉസ്താദ പഠിപ്പിച്ചത്, സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ, എല്ലാ രാജ്യത്തെക്കാളും നല്ല രാജ്യം ഇന്ത്യയാണ് എന്നിങ്ങനെ പാടിയപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ശങ്കയുണ്ടായിരുന്നു, ഒരു സംശയം. മുസ്ലിമായ ഇഖ്ബാൽ എങ്ങനെ പാടല്? മുസ്ലിമായ ഇഖ്ബാൽ എങ്ങനെയാണത് പാടുക എന്ന് ഞാനും സംശയിച്ചിരുന്നു. നിങ്ങൾ ആലോചിക്കണേ, ചില യാത്രകൾ ചെയ്യേണ്ടി വന്നപ്പോഴാണ് ഇന്ത്യ തന്നെയാണ് നല്ല രാജ്യമെന്ന് മനസ്സിലായത്. ചില യാത്രകൾ ചെയ്യേണ്ടി വന്നപ്പോഴാണ്. ഒരു ഇസ്ലാമിക രാജ്യത്തുകൂടെ, രാജ്യത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, സഞ്ചരിക്കുമ്പോൾ ഒരു അസർ നമസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടു പോയത് ഞാൻ മറന്നു പോയിട്ടില്ല. എനിക്കൊരു അസർ ഖളാ ആയിട്ടുണ്ട്. എവിടുന്ന്? ഒരു ഇസ്ലാമിക രാജ്യത്തുനിന്ന്. എന്തുകൊണ്ട്? പള്ളി കയറാൻ പറ്റാത്തതുകൊണ്ട്. യാത്രയിലായിരുന്നു. അസർ നമസ്കാരം ജമാഅത്ത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞാണ് ഒരു പള്ളിയുള്ള സ്ഥലത്തെത്തിയത്. അരമണിക്കൂർ കഴിഞ്ഞ് പള്ളീൻ്റെ അടുത്തെത്തിയപ്പോൾ പള്ളി അടച്ചിട്ടുണ്ട്. പള്ളിയുടെ സൈഡിലുള്ള ഫറാഷിന്റെ റൂമിൽ ചെന്നു. പള്ളി വൃത്തിയാക്കുന്ന ആരുടെ സ്ഥലത്ത് ചെന്ന് അയാളോട് പറഞ്ഞു, പള്ളി ഒന്ന് തുറന്നൊരു, അസർ നിസ്കരിച്ചിട്ടില്ല. അയാൾ പറഞ്ഞെന്താ അറിയോ? സമയം കഴിഞ്ഞു പോയി, ഇനി മഗ്‌രിബിനെ തുറക്കുള്ളൂ, ഇനി മഗ്‌രിബിനെ തുറക്കൂ എന്ന് പറഞ്ഞത് ഇസ്ലാമിക രാജ്യത്താണ്. 24 മണിക്കൂറും. നിങ്ങൾ ചിന്തിക്കണം, ഇപ്പോൾ നമ്മൾ സമയത്രേ 11:30. ഞാൻ മറ്റേ വിഷയം പറയാൻ കഴിയില്ലാവില്ല എന്ന് എനിക്ക് തോന്നണ, പിന്നെ പറയാം. ഞാൻ മറ്റേ പറയണമെന്ന് കഴിയാൻ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടിയ സന്തോഷങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമായി പോയി. അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞ് മാറിപ്പോയതാണ്. അതുകൊണ്ട് മറ്റേ വിഷയം മറ്റൊരിക്കലും എപ്പോഴെങ്കിലും നമുക്ക് പറയാം. എന്താണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്ന് ചെറുപ്പക്കാരോട് ഞാൻ പറയാണ്. പല രീതിയിലാണ് ഇഞ്ചക്ഷൻ വെക്കുന്നത്, പലരുടെയും ലക്ഷ്യം പലതാണ്. IS കണ്ടില്ലേ? IS നമ്മൾ കണ്ടാൽ തോന്നുന്നതാ പോലെ ഇസ്ലാമിൻ്റെ അപ്പോസ്തലന്മാരവർന്നാ തോന്നുക. കാരണം എന്താ? നടുറോട്ടിലൂടെ പോകുന്ന വാഹനങ്ങൾ മുഴുവൻ തടഞ്ഞു വെക്കുക. തടഞ്ഞു വെച്ചിട്ട് ഓരോരുത്തരും ചോദിക്കുക, പേരെന്താ? അതിനൊക്കെ ഖുർആൻ ഓതാൻ അറിയോ? ഖുർആൻ ഓതില്ല എന്ന് പറഞ്ഞാൽ തല വിട്ട ഇസ്ലാമാ? വലൗ ശാ അല്ലാഹു ലആമന മൻ ഫിൽ അർളി ജമിയാ
സൂറത്ത് യൂനുസിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഭൂമി ലോകത്തെ മുഴുവൻ മനുഷ്യരും മുസ്ലിമാകണം എന്നതാണ് അള്ളാഹുവിന്റെ താല്പര്യമെങ്കിൽ പടച്ചറപ്പ് നടപ്പിൽ വരുത്തുമായിരുന്നു. ആ പണി എന്നെ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. നിന്നോട് പറഞ്ഞ പ്രബോധനം ചെയ്യാനാ. ഖൽബ് മാറ്റേണ്ട പണി റബ്ബിൻ്റെതാണ്, അത് അള്ളാഹുവിന്റെ പണിയാണ്. ഇതേപോലെ IS കഴിഞ്ഞ വർഷമാണല്ലോ ഒരു വാഹനം തടഞ്ഞു വെച്ചു. അവരോട് പേര് ചോദിച്ചപ്പോൾ മുസ്ലിമാണോ അല്ലേന്ന് തിരിഞ്ഞില്ല. ഖുർആൻ ഓതാൻ പറഞ്ഞു. അപ്പൊ ഇവർ ക്രിസ്ത്യൻ കുടുംബ, ഇവർ ബൈബിൾ ഇങ്ങനെ, ഇവർ ഖുർആൻ ഓതാൻ പറഞ്ഞപ്പോൾ പേടിച്ചാൽ എങ്ങനെയല്ലോ, പരീക്ഷയ്ക്ക് ഉത്തരം അങ്ങനെ നോക്കിയിട്ട് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല, പിന്നെ എന്തെങ്കിലും എഴുതി വെക്കല. ഏറ്റവും ഉത്തരം കിട്ടണമൊക്കെ ആദ്യം എഴുതും. ഞങ്ങളോടും സാറുമാർ പറഞ്ഞല്ലോ, അങ്ങനെ ഡിഗ്രി പരീക്ഷയൊക്കെ കഴിയുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും നന്നായി എഴുതാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ ഉത്തരം എഴുതണം. ഒന്നും അറിയാത്തതാണെങ്കിൽ ഒന്നും എഴുതാക്കാൻ പാടില്ല, എന്തെങ്കിലുമൊക്കെ എഴുതണം. ആദ്യത്തെ പാരഗ്രാഫൊക്കെ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് എഴുതിയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതണം എന്നാ പറയാം. എന്ന പോലെ ഇവർക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, മുസ്ലിങ്ങളാണെന്ന് പേരുകൊണ്ട് ഇവർക്ക് തിരിഞ്ഞില്ല. ഉടനെ പറഞ്ഞു ഖുർആൻ ഓതും. അതിൽ ഇവർ ബൈബിൾ ചൊല്ലിയപ്പോൾ പറഞ്ഞു യാ ലംഷി പൈക്കോളീൻ. അപ്പോൾ ഇവർക്ക് മനസ്സിലായില്ലത് ഖുർആൻ അല്ല എന്ന് പോലും ഇവർക്ക് തിരിഞ്ഞിട്ടില്ല. ഖുർആൻ അല്ല എന്ന് പോലും ഇവർക്ക് തിരിഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, എന്ത് ദീൻ? ഇപ്പൊ നിങ്ങൾ കണ്ടോ, ജൂതന്മാരാണ് ISന്റെ പിന്നിലുള്ള സൃഷ്ടി എന്ന് തിരിച്ചറിഞ്ഞില്ലേ? വിശുദ്ധമായ ഇസ്ലാമിനെതിരെ പല രീതിയിലുള്ള കടന്നുകയറ്റങ്ങൾ. എവിടെയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച യഥാർത്ഥമായ വഴിയേത്? പാന്താവെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. മായ്ക്കാൻ പറഞ്ഞു സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അലിയാരെ മായ്ക്കൂ അലിയാരെ. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ അങ്ങ് അല്ലാഹുവിന്റെ റസൂലല്ലയോ ഹബീബേ? ആണ് അലിയെ, പിന്നെ ഞാൻ എന്തിനു മായ്ക്കണം നബിയെ? യാ റസൂലല്ലാഹ്, അലിയെ മായ്ക്കൂ അലിയെ. ഇവിടെ ഒരു സംഘടനം ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. രക്തം ചിന്താൻ വന്ന നബിയല്ല, രക്തം ചിന്തരുത് എന്ന് പഠിപ്പിക്കാൻ വന്ന നബിയാണ്. അലി റളിയല്ലാഹു അൻഹു മായ്ക്കാൻ കയ്യാണ് വന്നില്ല, പുണ്യനബി തന്നെ വായിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. കരാർ എഴുതിയുണ്ടാക്കി പുണ്യനബി തിരിച്ചുപോയി. ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് വന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു പോവുകയാണ്. നിങ്ങൾ ആലോചിക്കണേ, ആരാണ് വിശുദ്ധ ഇസ്ലാം എന്തെന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച നബിയുനാ മുഹമ്മദ് മുസ്തഫ. മുസ്ലിം വലിയ വിട്ടുവീഴ്ചയുടെ ആളാവണമെന്നാ. എല്ലാ സ്ഥലത്തും വിട്ടുവീഴ്ചയുടെ ആളാവണം മുസ്ലിം, അല്ലേ? പല സ്ഥലത്തും കുഴപ്പം നടക്കണോ എന്താ? വിട്ടുവീഴ്ച ഇല്ലാത്തതുകൊണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്തൊക്കെ കുതുകുലും കോലാഹലം ഉണ്ടായി. എന്താ? വിട്ടുവീഴ്ചയില്ല, മനോഭാവത്തിൽ വിട്ടുവീഴ്ചയില്ല, കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. എന്താ? വിട്ടുവീഴ്ചയില്ല, അല്ലേ? സ്വന്തം ഭാര്യയുടെ മുമ്പിൽ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടായി. എന്തേ? വാശിയായിരുന്നു അത്. ഏതു ശത്രുവാണെങ്കിൽ പോലും വിട്ടുവീഴ്ചയോടെ സ്നേഹത്തോടെയാകണേ വർത്തിക്കേണ്ടത്. മനുഷ്യനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച ദീനാണ്. മനുഷ്യനെ മനുഷ്യൻ എന്ന രീതിയിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. വേറുള്ളതൊക്കെ അതിൻ്റെ അപ്പുറത്തേക്കാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, ശ്രദ്ധിക്കണേ, ഒരു യുദ്ധം കഴിഞ്ഞതാണ്. റസൂലുള്ളാഹിക്ക് ഒരു സ്വഭാവമുണ്ട്, യുദ്ധം കഴിഞ്ഞാൽ റസൂലുള്ള യുദ്ധക്കളത്തിൽ ഇങ്ങനെ കയറി വരും. എന്നിട്ട് എല്ലായിടത്തും നടന്നു നോക്കും, ആരൊക്കെ മരിച്ചത്, ആരൊക്കെ ജീവിച്ചിരിക്കണമെന്ന് നോക്കും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞു, യുദ്ധക്കളത്തിലൂടെ അങ്ങനെ നടക്കുകയാണ്. ആരൊക്കെ മരിച്ചോ, ആരൊക്കെ ജീവിച്ചിരിക്കുന്നു എന്നറിയാൻ വേണ്ടി. അപ്പോഴാണ് ഒരുപാട് കുഞ്ഞുമക്കൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് കുഞ്ഞുമക്കൾ ഇങ്ങനെ കൊല്ലപ്പെട്ട് കിടക്കുന്നു യുദ്ധക്കളത്തിൽ. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കണ്ണിട് നിറഞ്ഞു. കണ്ണിങ്ങനെ നിറഞ്ഞിട്ട് കവളത്തുകൂടെ കണ്ണുനീരിങ്ങനെ ഒലിക്കാം. സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബാ നിങ്ങൾ എന്തിനാണ് ഈ കുഞ്ഞുമക്കളെ കൊന്നതാരാണ്? ഈ കുഞ്ഞുമക്കളെ കൊന്നതാരാണ്? അവർ പറഞ്ഞു, നബിയേ ഇത് നമ്മുടെ മക്കളല്ല, നമ്മുടെ ശത്രുക്കളുടെ മക്കളാ ഹബീബായ നബിയേ. നമ്മുടെ മക്കളല്ലത്, ശത്രുക്കളുടെ മക്കളാ നബിയേ. ഇവരെ വളർന്ന് വലുതായാൽ, ഇവരെ വലുതായി വന്നാൽ ഇവർ യാ റസൂലല്ലാഹ് വാപ്പമാരോട് കൂടെ അങ്ങേക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന മക്കളാണ്. വാപ്പാരങ്ങയോട് യുദ്ധം ചെയ്തില്ലേ? ഇവർ വാപ്പമാരുടെ കൂടെ വന്നതാ നബിയേ. ഇവരുടെ വാപ്പമാരുടെ കാലം കഴിഞ്ഞാൽ ഇവരുടെ വാപ്പമാരെക്കാളും കൊടിയ ശത്രുക്കളാവും അവർ. അങ്ങേക്കും ഇസ്ലാമിനും എതിരെയുള്ള ശത്രുക്കളാവും. അതുകൊണ്ട് യാ റസൂലല്ലാഹ് ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾ അവരെ ശരിപ്പെടുത്തിയതാണ്. ഇതാണ് കേട്ടപ്പോൾ പുണ്യനബിയുടെ കണ്ണിൽ നിന്ന് കണ്ണിലിങ്ങനെ ചാരിട്ടൊഴുകാൻ. റസൂലുള്ള ചോദിച്ചു, സ്വഹാബ ഈ കുഞ്ഞുമക്കൾ എന്ത് തെറ്റു ചെയ്തു സ്വഹാബ?
ശത്രുക്കളുടെ മക്കളാണെങ്കിലും ഈ കുഞ്ഞുമക്കൾ എന്ത് തെറ്റ് ചെയ്തു സഹാബ? എന്തായിരിക്കണം നമ്മളെ നിലപാട് എന്നാ ഞാൻ ഈ പറയണത്. പ്രിയപ്പെട്ട സഹോദരാ, നീ നിന്റെ കുഞ്ഞുമോനെ സ്കൂളിൽ കൊണ്ടുപോയാക്കാൻ വണ്ടിയിൽ കയറ്റുകയാണ്. നിന്റെ മോനെ നിന്റെ വണ്ടിയിൽ കയറുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് നിന്ന് നിന്റെ അയൽവാസിയോ അല്ലെ നാട്ടുകാരനായ മുസ്ലിമിന്റെ കുട്ടിയുണ്ട്, നീ ഓനെയും കേട്ടണം. പുണ്യനബി ആരാന്ന് ഇപ്പം കണ്ടിട്ടില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും പ്രവർത്തനങ്ങളിലൂടെയാണ്. എന്റെയും നിങ്ങളുടെയും പ്രവർത്തനങ്ങളിലൂടെയാണ് റസൂലുള്ള ആരാണ് എന്നവർ തിരിച്ചറിയേണ്ടത്. ഞാൻ ഈ ഒറ്റ കാര്യം എന്ന് പറയുന്നുള്ളൂ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഏതായാലും മറ്റേ വിഷയം പറയാൻ നമ്മൾ മെനക്കെട്ടാൽ രാത്രി ഇന്നലെ 2 മണിക്കല്ല നിങ്ങൾ പോയത്, ഇന്ന് ചിലപ്പോൾ 3 മണിക്കാവും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കില്ല. ഒറ്റ കാര്യങ്ങളോട് പറയുന്നു. ഏറെ വൈകാതെ ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. എൻ്റെ സഹോദരങ്ങളോട് വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, പെരുമാറ്റത്തിലൂടെ പുണ്യനബിയാകണം നമ്മൾ പ്രതിനിധാനം ചെയ്യേണ്ടത്. അങ്ങനെയാണ് എല്ലാത്തിലൂടെയും നമ്മൾ പ്രതിനിധാനം ചെയ്യേണ്ടത് നമ്മുടെ ഹബീബിനെ ആവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിൻ്റെ ഹബീബിൽ നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. റസൂലുള്ള എന്തൊക്കെ ചെയ്തു കാണിച്ചിട്ടുണ്ടോ അതൊക്കെ ലോകത്ത് ഏറ്റവും നല്ല മാതൃകയാണ്, പ്രവർത്തനങ്ങളാണ്. പക്ഷെ നമുക്കൊരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾ അതിൽ നിന്ന് അകന്നു പോവാം അല്ലേ? പല പള്ളിയിലും ചെന്ന് നോക്കിയാണെങ്കിൽ നിന്ന് മൂത്രമൊഴിക്കാനുള്ള സംവിധാനം ഉണ്ട്. നിങ്ങളെ പള്ളിയിലുണ്ടോ നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യത്തെ ടോയ്ലറ്റിലേ കയറിയിട്ടുള്ളൂ. ആദ്യത്തിൽ കയറി മൂത്രമൊഴിച്ച് പോകുന്നത് എനിക്കറിയില്ല. എന്താ പല പള്ളിയിൽ ആർക്കാ പാൻറ്റിട്ട ആളുകൾക്ക് നിന്ന് മൂത്രമൊഴിക്കാനുള്ള സംവിധാനം. നിന്ന് മൂത്രമൊഴിക്കൽ എല്ലാ റസൂലുള്ളാഹിന്റെ സുന്നത്ത്, ഇരുന്ന് മൂത്രമൊഴിക്കല. എന്തുകൊണ്ട് ചിന്തിക്കണേ? എന്തുകൊണ്ട് ഇരുന്ന് മൂത്രമൊഴിക്കുമ്പോഴാണ് മൂത്രം ശരിക്കും ഒഴിഞ്ഞു പോകുന്നത്? നിന്ന് മൂത്രമൊഴിക്കുകയാണെങ്കിൽ മൂത്രം ശരിക്കും ഒഴിഞ്ഞു പോകില്ലെന്ന്. അതുകൊണ്ടല്ലേ ഇരുന്ന് മൂത്രമൊഴിച്ചാൽ പോരാ, ഇടതുഭാഗത്തേക്ക് ചാരിയിരിക്കണം എന്ന് പറഞ്ഞ്. ഇടതുഭാഗത്താ കിഡ്നി ഉള്ളത്. കിഡ്നി ഇടത്തോ വലത്തോ അറിയില്ലേ? മെഡിക്കൽ സയൻസിന് പഠിക്കാൻ ആരെങ്കിലും ഉണ്ടോ? MBAക്ക് പഠിക്കണ ആരവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ആരാ? മെഡിക്കൽ സയൻസാ? എവിടെ? ഇടത്തോ വലത്തോ? ഇടത്ത് വശത്താണ് കിഡ്നി. ശ്രദ്ധിക്കണേ, ഇടത്ത് വശത്തേക്ക് ചാരിയിരിക്കണം എന്ന് പറയാൻ കാരണം എന്താ? ഇടത് വശത്താണ് കിഡ്നി. ചാരിയിരിക്കുമ്പോൾ ഈ കവർ പോലെയുള്ള കിഡ്നി അമരുമ്പോൾ മൂത്രം മുഴുവൻ പുറത്തേക്ക് വരും. നിന്ന് മൂത്രമൊഴിക്കുന്ന ആളുകൾക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. മൂത്രം പിന്നെ നിൽക്കാതെ ഉറ്റി വീഴുന്ന രോഗം ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ സാധ്യതയുണ്ട് എന്ന് മെഡിക്കൽ സയൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇരുന്ന് മൂത്രമൊഴിക്കല നല്ലത്. എന്നാലും നമ്മൾ ചെയ്യുക അതൊക്കെ അങ്ങനെയാണെങ്കിലും ശരി, ഏതായാലും ഇപ്പം ഇതിങ്ങനെ കിടക്കട്ടെ എന്നാ. ഇതിൻ്റെ വലിയൊരു അപകടമുണ്ട്. എന്താ വലിയ അപകടം? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 ഖബറിൻ്റെ അടുത്ത് കൂടെ നടന്നു പോവുകയാണ്. 2 ഖബറിൻ്റെ അടുത്ത് കൂടെ പുണ്യനബി ഇങ്ങനെ നടന്നു പോവാണ്. സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബാ ഇന്നഹുമാ ലയുഅദ്ദബാൻ, ഈ 2 ഖബറിലെ ആളുകളും ശിക്ഷിക്കപ്പെടുന്നുണ്ട് സഹാബാ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അമാ യുഅദ്ദബാനി ഫീ കബീരിൻ, നിങ്ങളുടെയൊക്കെ മുമ്പിൽ വലിയ ഒരു കാര്യത്തിലൊന്നുമല്ല ഇവർ ശിക്ഷിക്കപ്പെടുന്നത്. ഇവർ ശിക്ഷിക്കപ്പെടുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് നിസ്സാരമായി തോന്നും. അങ്ങനെയുള്ള 2 കാര്യത്തിലാണ് ഇവർ ശിക്ഷിക്കപ്പെടുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബാ കാന അഹദുഹുമാ യംശി ബിൻ നമീമ, ഇവരിൽപ്പെട്ട ഒരാളുടെ പണി നമീമത്ത് പറയലായിരുന്നു. നമീമത്ത് പറയുന്നത് എന്താ? നമ്മളെ നാട്ടിൽ എന്താ പറയല്? 2 തലയും കത്തിക്കുക അങ്ങനല്ലേ? ഓനോ ഇയാൾക്ക് വളരെ പ്രിയപ്പെട്ട ആളാ. ഓൻ്റെ പണി എന്താ? ഇയാളെ ശത്രു ആരാന്ന് കണ്ടിട്ട് അയാളെ കുറിച്ച് പെടുന്ന ഇങ്ങനെ പറയുമ്പോൾ ഇയാൾക്ക് ഇങ്ങനെ പിരികൂടാ. ഞാൻ മറ്റോടത്ത് ചെന്നാലോ ഇയാൾക്കെതിരെ പറയും. 2 കലയും കത്തിക്കലാൻ പറയും. മൂത്രമൊഴിച്ചാൽ ശരിക്കും മൂത്രം കളയാറില്ല. ഇസ്തിബ്ര ചെയ്യുക പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ ശരിക്ക് ടോയ്ലറ്റ് കയറിയാലും മൂത്രച്ചൂളി കയറിയാലൊക്കെ അത് കേൾക്കാമായിരുന്നു. ആകും അല്ലേ? ചെറുപ്പക്കത്തി കേട്ടിട്ടില്ലേ? ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ എടോ സച്ചിൻ എത്രയായി? 100 ടോയ്ലറ്റിൽ നിന്ന് പോലും ചോദിക്കുന്നതാ. സച്ചിൻ എത്രയായി? ഞാനിപ്പോൾ പോരുമ്പോൾ എത്രയായിന്ന്? അടുത്തത് 6 ആയോ എന്നൊക്കെയാണ് ഇപ്പോൾ ചോദിക്കും.
പണ്ടൊരാൾ പേടിച്ചു പോയിട്ടുണ്ട്, മൂത്രച്ചൂടി പോയിട്ട്. എന്താ ഈ ഉസ്താദ് നാക്കിനെ കണ്ടിട്ട്. ഇയാൾ നിസ്കാരം ഒന്നും ഇല്ലാത്ത ആളാണ് കുറേ കാലം. അപ്പോൾ ഇയാളെ ഭാര്യ നല്ല ദീനിയാണ്, ഭയങ്കര മതബോധമുള്ള പെണ്ണായിരുന്നു ഇയാളുടെ ഭാര്യ. അപ്പോൾ ഭാര്യയ്ക്ക് എപ്പോഴും ദ്വാരക്കും വയലിലൊക്കെ ദ്വാരക്കും പഠിച്ചോ എൻ്റെ പുയ്യാപ്പിളിനെ നന്നാക്കി റബ്ബേ, ഭർത്താവിനെ എപ്പോഴും ദ്വാരക്കല. ഒരു ദിവസം ഈ പുയ്യാപ്പിളിൻ്റെ ഭർത്താവിനെ വയലൊക്കെ കേൾക്കാൻ ക്ഷണിച്ചു. അയാൾ പോയി. കുറേ കാലമായി എൻ്റെ ഓള് വിളിക്കണമെന്നെങ്കിലും പോയി. അന്നാണെങ്കിലും വിഷയം നിസ്കാരമാണ്. നിസ്കരിക്കാത്തവൻ്റെ തല വെട്ടണം എന്നൊക്കെയാണ് ഇസ്ലാം പറഞ്ഞെന്നൊക്കെ പറഞ്ഞു ഉസ്താദ് അന്ന് പേടിപ്പിച്ച് വീട്ടിൽ ചെന്നപാടെ ഭാര്യ അയാളോട് പറഞ്ഞു കേട്ടില്ലേ, കൊല്ലപ്പെടാൻ അർഹനാണ് നിങ്ങൾ എന്നാണ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം, നാളെ മുതൽ നിങ്ങൾ നന്നാവണം എന്നൊക്കെ പറഞ്ഞു, തൗബ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞ് ശരിയാക്കി. മൂപ്പര് പറഞ്ഞു തൗബ ചെയ്യാന്നൊക്കെ പറഞ്ഞു, നാളെ മുതൽ നിങ്ങൾ പള്ളിക്ക് പോകണമെന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞു പള്ളിക്ക് ഞാൻ പോകില്ല, ഞാൻ ഇവിടുന്ന് നിസ്കരിച്ചോളാം. അത് പറ്റൂല, പുരുഷന്മാർക്ക് പള്ളിയാണല്ലോ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് മാത്രം ഞാൻ പറയരുത്, കാരണം ഞാൻ അങ്ങോട്ട് നാളെ ചെല്ലുമ്പോൾ ഇതുവരെ പള്ളി കയറാത്ത ഞാൻ നാളെ പള്ളിക്ക് ചെല്ലുമ്പോൾ എന്താവും, ആൾക്കാരൊക്കെ നോക്കും. ചിലർ ഹൗദൻ്റെ അടുത്ത് നിന്ന് ഊതുണ്ടാക്കുമ്പോൾ പറയും എടോ മഴ പെയ്യല്ലെന്ന്, കുംഭമാസത്തിൽ മഴ പെയ്യല്ലോ എന്ന്. അതിൻ്റെ അപ്പുറത്ത് നിന്ന് വേറെ ചില ആൾക്കാർ പറയണെന്താ, വേറെ ചില ആൾക്കാർ പറഞ്ഞ് കാക്ക മലന്ന് പറക്കാൻ തുടങ്ങുമല്ലോ ഒക്കെ ഇയാൾ ഊതെടുക്കണേ കാണാൻ പറയാം. അപ്പോൾ ഇയാൾ പറഞ്ഞു അത് കഴിയൂല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിസ്കരിച്ചോളാണ്. ഇവള് പറഞ്ഞോ പറ്റൂല, അതിന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം, ആരും ഇല്ലാത്ത സമയത്ത് നോക്കിയിട്ട് പള്ളിക്ക് പോയാൽ മതി. അപ്പോൾ ഇവളോട് ചോദിച്ചു, ഭാര്യനോട് ചോദിച്ചു ആരും ഇല്ലാത്ത സമയം ഏതാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞെടുത്ത് ഉച്ചയ്ക്ക് ശേഷം ദൂര നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു 2-2:30 മണി സമയം, ഏകദേശം ആളുകളൊക്കെ നിസ്കരിച്ച് പോയി ഉറങ്ങണ സമയമാണ്. അപ്പം നിങ്ങൾ മെല്ലെ പോയാൽ മതി എന്ന്. പള്ളിയിൽ കയറിയിട്ട് നിങ്ങൾ അവിടെ നിസ്കരിച്ച് ആടി ഇരുന്ന് ദൂറും മഗ്രിബ് ഇശാവും കൂടി കഴിഞ്ഞിട്ട് പോന്നാൽ മതി, എന്നാൽ പിന്നെ ആൾക്കാരൊന്നും പറയില്ല. കാരണം ആദ്യം കാണുമ്പോൾ പറയില്ല, പിന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ തീരുമാനിച്ചു പള്ളി പോകാൻ. ഇയാൾ 2:30 മണി സമയത്ത് ഗേറ്റിൽ ചെന്നിട്ട് ഇങ്ങനെ നോക്കി ആരുണ്ടോ, ആരുമില്ല. ഇയാൾ മെല്ലെ അതിനകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയപ്പോൾ ഇയാൾക്ക് മൂത്രമൊക്കെ കണ്ട്, കാരണം ഇഷ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങാൻ പറ്റുള്ളല്ലോ. ഓള് പറഞ്ഞു കൊടുത്തതാ കയറിയാൽ പിന്നെ ഇഷ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. അപ്പോൾ ഇയാൾ മൂത്രമൊഴിച്ചൊന്ന് കയറാൻ കരുതി മൂത്രച്ചുള്ളിക്ക് പോയതാണ്. മൂത്രച്ചുള്ളിക്ക് ചെന്ന പാടുണ്ട്, ഒരു മൂത്രച്ചുള്ളിന്ന് ഒരു ശബ്ദം. ഇയാൾ പേടിച്ചു പോയി. ഇയാൾ പേടിച്ചിട്ട് ഇയാൾ നോക്കുന്ന സമയത്ത് ഖത്തീബ് ഉസ്താദാ. ഇയാൾ ഖത്തീബ് ഉസ്താദെന്ന് എങ്ങനെ മനസ്സിലായത്, കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് ഇയാൾ ഒരു ജുമാക്ക് വന്നിരുന്നു. അന്ന് കൂത്തുപോലെ ഇയാൾ തന്നെ ഇയാളെ ഈ താടി ഇയാൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒന്നുകൂടെ നോക്കുമ്പോൾ എന്താ അറിയോ, ഇയാൾക്ക് മനസ്സിലായത് ഖത്തീബ് ഉസ്താദ് ഇന്നലെ വയലിൽ കേട്ടാണ് നിസ്കരിക്കാത്ത ആളെ തല വെട്ടണമെന്ന്, സമയം കഴിഞ്ഞാൽ തല വെട്ടണമെന്ന്. അപ്പോൾ ഇയാൾ ശ്രദ്ധിച്ചു നോക്കുന്ന സമയത്ത് ഖത്തീബ് ഉസ്താദ് തുണിയിൽ കത്തി പൊതിഞ്ഞു പിടിച്ചിട്ട് ഇയാളെ കൊല്ലാൻ വരികയെന്ന് അവർക്ക് തോന്നിയത്. ഇയാൾ അപ്പാടെ പാഞ്ഞു കഴിച്ചില്ലേ, ഇയാൾ പിന്നെ പള്ളിക്ക് പോയിട്ടില്ല എന്ന്. അത് സത്യത്തിൽ കത്തി കയ്യിൽ പിടിച്ചതല്ല, ഇസ്തിബ്ര ചെയ്തതാ. മൂത്രം ശരിക്ക് കളയാ. നിന്ന് മൂത്രമൊഴിച്ചാൽ മൂത്രങ്ങൾ ഉറങ്ങണ്ട തമാശ പറഞ്ഞാട്ടോ. 12 മണിയോടെ എടുക്കണ സമയമല്ലേ, അയലത്ര കേട്ട് ഉറങ്ങുമല്ലോ, ഉറങ്ങാതിരിക്കാൻ തമാശ പറഞ്ഞ. ഞാൻ പറയുന്നത് നിന്ന് മൂത്രമൊഴിച്ചാൽ മൂത്രം ശരിക്കും വൃത്തിയാവില്ല. നിന്ന് മൂത്രമൊഴിച്ച് നമ്മൾ വൃത്തിയാക്കുമ്പോൾ ആ വെള്ളം എങ്ങോട്ട് ധരിക്കുന്നു അല്ലേ, മൂത്രമൊഴിച്ച സ്ഥലത്ത് വീണ വെള്ളം എങ്ങോട്ട് ധരിക്കുന്നു. ആ പാൻ്റ് ഇട്ടിട്ട് നമ്മൾ പള്ളിയിൽ കയറി നിസ്കരിക്കുന്നു, ആ വസ്ത്രം ഉടുത്ത് നമ്മൾ പള്ളിയിൽ കയറി നിസ്കരിക്കുന്നു. ഒന്നാമത്തെ സഫരി ഇമാമിൻ്റെ ബാക്കിൽ തന്നെ പോയിട്ട് ഇവനെ എന്താ നീയത്ത്, ഉസല്ലി 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 ഉസല്ലി. എന്ത് ഉസല്ലി, എന്തൊരു ഉഷാറില അവൻ പറയണേ. അവൻ്റെ പാൻറ് നജസ, അവൻ്റെ പാൻറിൽ മൂത്രത്തിൻ്റെ അംശങ്ങൾ തെറിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സഫിലെ മുഴുവൻ ആളുകൾ ഇവനോട് ചേർന്ന് നിന്നാളുടെ നിസ്കാരം ബാത്തിൽ. അയാളോട് ചേർന്ന് നിന്ന ഒന്നാമത്തെ സഫിലെ മുഴുവൻ ആളുകളുടെ നിസ്കാരം ബാത്തില. നിങ്ങൾ ചിന്തിക്കൂ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്തിന്റെ അലാമത്തായി പറഞ്ഞല്ലോ, മസാജിദുഹും ആമിറാ വഹിയ ഖറാബും മിനൽ ഹുദാ. മസാജിദുഹും ആമിറാ, പള്ളികൾ വലിയ വലിയ മണിമന്ദിരങ്ങൾ പോലെയാണ്, വലിയ വലിയ പള്ളികളാണ്. വഹിയ ഖറാബും മിനൽ ഹുദാ, അതിൽ നിസ്കരിക്കണ ഒരാളെ നിസ്കാരം പോലും ശരിയാവാത്തൊരു കാലം വരുന്നുണ്ട്. നമ്മളെ കാലമല്ലെങ്കിൽ പിന്നെ ഏത് കാലാണ്? അതുകൊണ്ട് ശ്രദ്ധിക്കണം പുണ്യനബി. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ ആ 2 ഖബറിലെ കാര്യം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, അധിക ഖബറുകളിലെ ആളുകളും ശിക്ഷിക്കപ്പെടുന്നത് മൂത്രത്തിന്റെ വിഷയത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി.
മൂത്രമൊഴിച്ച് വൃത്തിയാക്കാത്തതിൻ്റെ വിഷയത്തിലാണ് അത് അധിക ഖബറുകളുടെയും ആളുകൾ ശിക്ഷിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ല സംഗതിയാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. എല്ലാത്തിലും അങ്ങനെ, എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് അല്ലേ? ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ അങ്ങനെ. പക്ഷേ നമ്മൾ റസൂലുള്ളാഹിനെ ഒഴിവാക്കിയിട്ട് പാശ്ചാത്യൻ്റെ കൂടെ പുണ്യനബി പറഞ്ഞ കൈകൊണ്ട് കഴിക്കണം, വിരലുകൾ കൊണ്ട് കഴിക്കൂ നിങ്ങൾ. വിരലുകൾ ടച്ചാവാത്ത ഭക്ഷണത്തിൽ എന്താ, വിരൽ വായിലേക്ക് ടച്ചാകുന്ന സമയം നാവുമായി വിരൽ ടച്ചാകുമ്പോൾ അല്ലേ, നാവുമായി വിരൽ ടച്ചാകുമ്പോൾ ഇപ്പം വായിലടെ നിങ്ങൾ പോയിട്ട് ഉറങ്ങണതിന് മുമ്പ് ഒന്ന് ഇട്ടുക, അപ്പോൾ കാണും നാവിൽ നിന്നൊരു വെള്ളം, പ്രത്യേകമായൊരു ജലം പുറത്തേക്ക് വരുന്നു. കയ്യാണ് ചെന്നാൽ നാവ് പ്രതികരിക്കും. അല്ലാഹുവിൻ്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിരലുകൾ നിങ്ങൾ പൂർണ്ണമായി നിങ്ങൾ ഊമ്പണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന ശാസ്ത്രം പറയാ, കൈ വിരലുകൾ നാവുമായി ടച്ചാകുമ്പോൾ പുറത്തേക്ക് വരുന്ന ആ ജലം ദഹനപ്രക്രിയയെ സഹായിക്കുന്നുണ്ട്. എന്നോ നമ്മൾ ഇംഗ്ലീഷുകാരേറ്റ് ആരോ കണ്ടു, ഇംഗ്ലീഷുകാരൊക്കെ ഒഴിവാക്കാൻ തുടങ്ങിപ്പോയി. ഇംഗ്ലീഷുകാരിപ്പോൾ കൈകൊണ്ട് കഴിക്കാനാണ് തുടങ്ങുക. നമ്മളിപ്പോൾ ചില ആൾക്കാരെ കണ്ടില്ലേ, ഇതെടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്ത് മറ്റോൻ്റെ കുത്തി, നമുക്ക് കണ്ടാൽ തോന്നാ ഓൻ്റെ കയ്യിൽ മലട്ടുണ്ടെന്ന് തോന്നും. എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കയ്യിനെ അവനവൻ്റെ വിശ്വാസമില്ല എന്നാണ് എൻ്റെ അർത്ഥം. അവരവരുടെ കൈവിരലുകൾ, അവരവരുടെ അവയവത്തെക്കുറിച്ച് അവനവന് വിശ്വാസമില്ല. ഞാൻ പറയുന്നത് പുണ്യനബിയുടെ സുന്നത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, ഇരുന്ന് വെള്ളം കുടിക്കുക. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബിയുനാ റസൂലുള്ളാഹി ഒക്കെ പറയൂ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മന്നകല ഔ ശരിബ ഖായിമാ, ഒരാൾ നിന്ന് കുടിക്കുകയോ കഴിക്കുകയോ ചെയ്താൽ ഇബ്തലാഹുല്ലാഹു ബിദാഇല്ലാ ദവാഅല, ഒരിക്കലും മരുന്നില്ലാത്ത രോഗം കൊണ്ട് അയാൾ അല്ലാഹു പരീക്ഷിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. നിന്ന് തിന്നുന്നതും നിന്ന് കുടിക്കുന്നതും മരുന്നില്ലാത്ത രോഗങ്ങൾ വരാൻ ഇടയാവും. മരുന്നില്ലാത്ത രോഗം നിങ്ങളല്ലോ പല നമ്മളെ നാട്ടിലൊക്കെ ആൾക്കാരെ സ്ഥിതി എന്താ, എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഗൾഫിൽ പോയി, എത്രയോ കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി. വലിയ പൈസ കണ്ടായപ്പോൾ നീ ഇരുന്ന് തിന്നാന്നുള്ളതൊരു മടിയാണ്. വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് ഇരിക്കാൻ സീറ്റ് കൊടുക്കുക എന്നത് ഒരു മടിയാണ്. ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ അത് പിന്നെ ദൂർത്താവണ്ടെന്ന് കരുതിയിട്ടാണ്. ഓന് 45,000 ഉറുപ്പിക എടുത്തിട്ട് മാഹിന്ന് പാട്ട് പാടാൻ ആളെ കൊടുക്കണം, അത് ദൂർത്തല്ല. ടാബ്ലറ്റ് കൊടുക്കണത് അത് ദൂർത്താണ്. ഞാൻ അവനോട് ചോദിച്ചു, ഒരു ടാബ്ലറ്റ് കൊടുത്തില്ലേ, കസാല മാത്രം വെച്ചാണ്. അപ്പം എന്നോട് അമിതമായി ദൂർത്ത് വേണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അയാൾ എനിക്കനുസരിച്ച് മറുപടി പറഞ്ഞാൽ ദൂർത്ത് വേണ്ടെന്നില്ല, ഇപ്പം ടേബിൾ ഒഴിവാക്കിയതാണ്. ഞാൻ ആ സദസ്സിൽ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒരുത്തുണ്ട്, അയാൾ പ്ലേറ്റിൽ ഭക്ഷണം എടുത്താണ്, കയ്യിൽ വെള്ളം എടുത്താണ്. ഇയാളിങ്ങനെ പോയിട്ട് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ഇവർക്ക് അറിയില്ല. അപ്പോഴാണ് ഇയാളെ കീശയിൽ നിന്ന് മൊബൈൽ റിങ് ചെയ്തത്. അപ്പം പിന്നെ ഇയാൾ ഇങ്ങനെ പരക്കം പോയ ഇതെന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ, ഇത് ആദരിക്കലാണ്. അതിഥിയെ ആദരിക്കുക എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? ഇസ്ലാം പഠിപ്പിച്ച കാര്യം ചിന്തിക്കൂ നിങ്ങൾ. ഒരാൾക്ക് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടോ, അയാൾ അയാളുടെ അതിഥിയെ ആദരിക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിഥിയെ ആദരിക്കുക, ഓ എന്താണ് പറഞ്ഞ വാക്കൊക്കെ. ഞാൻ ഈ അതിഥിയെ ആദരിക്കുക എന്നുള്ള ഈ പുണ്യനബിയുടെ ഹദീസിൻ്റെ ഒരു നേർരേഖ ഞാൻ കണ്ടത് ലക്ഷദ്വീപ് പോയപ്പോഴാണ്. എന്തുകൊണ്ട്? ലക്ഷദ്വീപ് ദ്വീപുകൾ കടലിൻ്റെ നടുവിലായതുകൊണ്ട് ആ പഴമ പലതും നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ചില ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്, ഇവിടുത്തതൊക്കെയാണ് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് പലതും മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് പഴയ തനിമ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ചെന്നപ്പോൾ എന്തൊരു സ്വീകരണം, വീട്ടുകാരൻ തന്നെ വന്ന് സ്വീകരിക്കുന്നു. ഭക്ഷണമൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് കൈ കഴുകാൻ പുറത്ത് കല്ല കൊണ്ടുപോണ്, കൈ കഴുകാൻ ഒരു പാത്രം. ഇവിടെ ആ ശൈലി ഉണ്ടോ ഞാൻ സംശയിക്കുന്നു. ഇവിടെ ഉണ്ടോ പട്ടാണികൾക്കിടയിൽ? ഇല്ല, ഓരൊക്കെ നമ്മളെ കണ്ടുപഠിച്ച് മാറിപ്പോയി. കൈ കഴുകാൻ ഒരു പാത്രം, വെള്ളം വേറെ. എന്നിട്ടോ വീട്ടുനാഥനായ ആതിഥേയൻ തന്നെയാണ് കൈ കഴുകിപ്പിക്കുന്നത്. അയാൾ അയാളുടെ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ കണ്ടു ഇയാൾ അതേപോലെ പാത്രത്തിൽ വെള്ളവുമായി വരുന്നുണ്ട്. എഴുന്നേറ്റ് പോകാൻ സമ്മതിക്കുന്നില്ല. അവിടെ വെച്ചു തന്നെ കൈ കഴുകിയിട്ടാണ് അയാൾ കഴുകിപ്പിച്ചാണ് അയാൾ തിരിച്ചു പോകുന്നത്. ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും അങ്ങേ അറ്റം.
അതാണ് ഇസ്ലാം. അതാ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാം അങ്ങനെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി എന്താ റസൂലുള്ള പറഞ്ഞ്? കണ്ടാങ്ങൾ സലാം ചൊല്ലണം അല്ലേ? കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടല് വേണ്ടത് എന്ന് പണ്ട് തഅ്വാ ഉസ്താദ് പറഞ്ഞു പോയിട്ടുണ്ട്. ഖൈറുക്കും മൻ ബദഅ ബിസ്സലാം, സലാം ചൊല്ലി തുടങ്ങുന്നവൻ ആരാണോ അവനാണ് ഏറ്റവും നല്ലവനെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഏറ്റവും നല്ല അഭിവാദ്യല്ലേ അത്? ഏറ്റവും നല്ല അഭിവാദ്യ. എന്താ? അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ എന്നാ എവിടെയും പറയാൻ പറ്റാവുന്നതാണ്. നമ്മളെ സംസ്കാരം ഇപ്പം മാറി, നമ്മുടെ സംസ്കാരം മാറി അല്ലേ? നമ്മുടെ സംസ്കാരം മാറിയിട്ട് എവിടെ എത്തിയെന്ന് നിങ്ങള്? കല്യാണത്തിന്റെ ദിവസം പോലും ഭാര്യയെ, സ്വന്തം മകളെ തനിക്ക് പറിച്ചു തന്ന പിതാവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പോലും ചണ്ട മുട്ടിയിട്ടാ ചെല്ലണം. വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. ഞാൻ ആലോചിച്ചു പോയത്, ഒരു നിക്കാഹിൽ ഞാൻ നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന വധുവിൻ്റെ പിതാവ് കരയുന്നത് കണ്ടു. ഞാൻ വധുവിൻ്റെ പിതാവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊഴുക്കുന്നു. ഞാൻ അയാളോട് ചോദിച്ചു, എന്തിനാ കരയണമെന്ന് ചോദിച്ചു. നിങ്ങളെന്താ കരഞ്ഞത്? നിങ്ങളെ മോളെ കല്യാണം നടന്ന ഈ ദിവസങ്ങൾ സന്തോഷിക്കല്ലേ ചെയ്യണ്ടേ, നിങ്ങളെന്തിനാ കരഞ്ഞെന്ന് ചോദിച്ചു. ആ സമയത്ത് അയാൾ എന്നോട് പറയുകയാണ്, ഉസ്താദേ 18 കൊല്ലം കണ്ണിൻ്റെ ഹിമ വെട്ടാതെ പൊന്നുപോലെ ഞാൻ സംരക്ഷിച്ച എൻ്റെ പൊന്നുമോളുണ്ടല്ലോ, ആ എൻ്റെ പൊന്നുമോളെ കേവലം ഒരാഴ്ച മുമ്പ് 10 ദിവസം മുമ്പ് ഞാൻ പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരന് ഞാൻ പിടിച്ചു കൊടുത്തതാണ് അല്ലേ? അതാണല്ലോ ശരിക്കും വിവാഹം. ഇയാൾ എന്നോട് പറയുമ്പോഴാണ് ഞാൻ പോലും ചിന്തിക്കുന്നത്. ഞാൻ അയാളോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരഞ്ഞത്? അയാൾ പറഞ്ഞു, ഉസ്താദേ എനിക്ക് 5 മക്കളാണ്, 4 ആണും 1 പെണ്ണുമാണ്. എൻ്റെ പൊന്നുമോളെ 18 വയസ്സുവരെ എൻ്റെ കരളിൻ്റെ കട്ടം പോലെ ഞാൻ കണ്ണിൻ്റെ ഹിമ വെട്ടാതെ നോക്കി സംരക്ഷിച്ച എൻ്റെ പൊന്നുമോളാണ്. ആ പൊന്നുമോളെ ഞാൻ വിവാഹം ചെയ്തു കൊടുത്തത്. സതേ ഞാൻ കരഞ്ഞുപോയി. ഏറ്റവും വലിയ പരീക്ഷണാണിത് എന്നെനിക്ക് തോന്നി. 2 ഏക്കർ എൻ്റെ ഭൂമി എഴുതി കൊടുക്കാൻ പറഞ്ഞെങ്കിൽ എനിക്ക് ആ ടെൻഷൻ ഉണ്ടാവില്ല. സതേ വേറെന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ ഉണ്ടാവില്ല അല്ലേ? ദാനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ധർമ്മമാണ് സ്വന്തം മോളെ വേറൊരാൾക്ക് കൈമാറുക, വേറെ ഒരാൾക്ക് നൽകുന്നു. ഇയാൾ പറയാണ്, ഞാൻ കരഞ്ഞു പോയത് അതോർത്തപ്പോഴാണ്. ചെറുപ്പക്കാരെ ചിന്തിക്കൂ നിങ്ങൾ. കണ്ണൂർ ജില്ലക്കാരെ കുറെ ഉണ്ടാവില്ല ഇവിടെ, കോഴിക്കോട് വയനാട്ടുകാരൊക്കെ ഉണ്ടാകും. എന്താ ഇപ്പം നമ്മൾ നാട്ടിൽ നടക്കണേ? എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? കല്യാണത്തിന്റെ ദിവസം പുതിയാപ്പിളയായി പോകുകയാണ് ഇവൻ അല്ലേ? ആ കൊച്ചു ആ പെണ്ണിനെ എന്തൊക്കെ രീതിയിലാണ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ആര്? ഈ പെണ്ണിന്റെ വാപ്പ. 50 പവൻ സ്വർണ്ണാഭരണം അവരുടെ ശരീരത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇയാൾ കടക്കാരനാണ്, പക്ഷേ ഇയാൾക്ക് ആ വിഷമം തോന്നിയില്ല. 5 ലക്ഷത്തിന്റെ അറയാണ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത്. ആ പിതാവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അല്ലാഹു നിങ്ങളെ പൊന്നുമോളെ, കലളിന്റെ ഘട്ടമായ പൊന്നുമോളെ എനിക്ക് പറിച്ചു തന്ന ഉപ്പ, നിങ്ങൾക്ക് അല്ലാഹു ഇതിന്റെ പകരം സ്വർഗം തരട്ടെ എന്ന പ്രാർത്ഥനയില്ലാതെ ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ചെണ്ട കൊട്ടിയാണോ ഭാര്യാപിതാവിന്റെ മുമ്പിലേക്ക് പോകേണ്ടത്? പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഭാര്യാപിതാവിന്റെ ശരീരത്തിലേക്ക് ബബിൾ സ്പ്രേ പൊട്ടിച്ചാണോ നമ്മൾ പ്രതികാരം തീർക്കേണ്ടത്? ബബിൾ സ്പ്രേ പൊട്ടിക്കുക. ഞാൻ ഒരു വിവാഹത്തിന്റെ വേദിയിൽ പോയി, നിക്കാഹിന് വേണ്ടി ചെന്ന് നിന്നതാ. പുതിയാപ്പിള വരുന്നുണ്ട് എന്നാരോ പറഞ്ഞപ്പോൾ ഞാനും എഴുന്നേറ്റ് മുമ്പ് പോയിരുന്നു സലാം ചൊല്ലി സ്വീകരിക്കാൻ നേരം. അപ്പം എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദ് ഇങ്ങോട്ട് പോരുന്നു. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ നിങ്ങൾ ഇങ്ങോട്ട് മാറി എന്നാളിയെന്നു. ഞാൻ പറഞ്ഞു, പുതിയാപ്പിള വരുന്നുണ്ട്, സലാം ചൊല്ലി നമ്മൾ സ്വീകരിക്കണമെന്ന് വെച്ചു. എന്നോട് നിങ്ങളിപ്പോൾ സ്വീകരിക്കാൻ പോകണ്ട. ഞാൻ ചോദിച്ചാൽ എന്താ? അതൊന്നും പോകണ്ട, നിങ്ങൾക്ക് മാറിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ അയാളെ കൂടെ മാറി നിന്ന് കുറച്ച് കഴിഞ്ഞ് പുതിയാപ്പിള ഇങ്ങോട്ട് വന്നു. പുതിയാപ്പിള വരുന്ന എന്നെ ചണ്ട മുട്ടിയിട്ടാണ്. കരളിൻ്റെ കഷ്ടം പറിച്ചു കൊടുത്ത ഒരാൾക്ക് ചണ്ട കൊട്ടാ കൊടുക്കേണ്ട പകരം ഉമ്മത്തിനെന്തു പറ്റി? മുസ്ലിം ഉമ്മത്തിന് എന്ത് പറ്റി? എന്റെ ചെറുപ്പക്കാരെ, ആഞ്ഞടിക്കണം ഈ വൃത്തികെട്ട സംസ്കാരത്തിനെതിരെ. നമ്മുടെ എൻ്റെ നിങ്ങളുടെ ധർമ്മ ബദർ ഉഹദും നമ്മൾ പറയല്ലേ, നമ്മൾ ചെയ്യേണ്ട ധർമ്മമാണത്. ഞാൻ മാറി നിന്നു, ചണ്ട മുട്ടിയിട്ട് അവര് വരുന്നത്. ഈ ഭാര്യയുടെ പിതാവ് പുതിയാപ്പിളിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിച്ചെന്നതാണ്. പുതിയാപ്പിളിനെ കൈ പിടിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് കൂടെയുള്ള ഏതോ തമ്മാടികൾ ബബിൾ സ്പ്രേ പൊട്ടിച്ചു. ഇയാളുടെ ഡ്രസ്സ് മുഴുവൻ ചഞ്ചായം അണിഞ്ഞു. നിക്കാഹ് ചെയ്യാൻ അയാൾ പോയിട്ട് രണ്ടാമത് വേറെ ഡ്രസ്സ്, പഴയ ഡ്രസ്സ് ഇട്ടിട്ട് അയാൾ വന്നിട്ട് നിക്കാഹ് ചെയ്ത്, മോളെ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്ന അന്ന് കല്യാണത്തിനിടാൻ വേണ്ടി ധരിച്ച ഈ ഡ്രസ്സ് ചഞ്ചായം അണിയിച്ച് അയാളോട് മാറ്റിച്ച തമ്മാടികളെയാണോ കൂടെ കൂട്ടിയിട്ട് പോണ്ടത്?
ഉമ്മത്തിന് എന്ത് സംഭവിച്ചു? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉമ്മത്തിന് അല്ലാഹു നേർവഴി കാണിച്ചു കൊടുക്കുമാറാകട്ടെ. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങൾക്ക് കാണിച്ചു തന്നതെല്ലാം ഏറ്റവും നല്ല മാതൃകയാണ്. ഖുർആൻ പറയാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ നിങ്ങളോട് പറയുന്നു, നമ്മൾ ദുആ ചെയ്ത് പിരിയാണ്. 12 മണി 1.5 മണിക്കൂർ മതിയല്ലോ. 20 മിനിറ്റ് ശരിക്കും വയല് പറയാവുന്നതാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച വയലല്ല പറഞ്ഞു, എൻ്റെ വിഷയം മാറിപ്പോയാണ്. ഇൻഷാ അല്ലാഹ് ഒരിക്കൽ നമ്മളെപ്പോഴെങ്കിലും ഇനി ഒരുമിച്ച് കൂടാൻ സമയമുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ ഓർമ്മാക്കണം, മരിക്കേണ്ടതിൻ്റെ ഒരാൾ മരിക്കാൻ ഒരുങ്ങുന്ന ആൾക്ക് എന്തൊക്കെയാണ് പുണ്യനബി കാണിച്ചു തന്ന മാതൃക എന്ന വിഷയം ഇൻഷാ അല്ലാഹ് ഒരിക്കൽ നമുക്ക് പറയണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഞാൻ നിങ്ങൾ ഈ കാണിച്ച ഈ നല്ല നല്ല കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ സന്തോഷിച്ചു പോയി. കാരണം പല സ്ഥലത്തും ഇല്ലാത്തതാണ്. നാസർക്ക് അങ്ങനെ പറഞ്ഞിട്ടു, ഇന്നാൾ ഇങ്ങോട്ട് കയറി, ഇന്നാൾ ഇങ്ങോട്ട് കയറിയിരിക്കും, ഇന്നാൾ ഇങ്ങോട്ട് കയറിയിരിക്കും ഒക്കെ പറഞ്ഞിട്ട് മൂപ്പർ പോയിരിക്കണുണ്ടല്ലേ. തന്നെ ഇതൊക്കെ മൂപ്പർ പറഞ്ഞിട്ട് മൂപ്പർ അവിടെ പോയിരിക്കുകയാണ്. നല്ല മാതൃകയാണ്, നല്ല മാതൃകയാണ് പുണ്യനബി കാണിച്ചത്. ഇതാണ് അള്ളാഹുവിൻ്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക ഏതാണ്? എപ്പോഴും താനൊരു താഴ്മയോടുകൂടെ ജീവിക്കുമ്പോൾ മറ്റുള്ളവനെ ആദരിക്കാൻ പഠിപ്പിച്ച നബി അല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവും ബഹുമാനവും ഇത്രേ. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് അതൊന്ന് ഊന്നിപ്പറയാൻ കാരണം അത് ഇന്നത്തെ കാലത്ത് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്, നഷ്ടപ്പെട്ടു പോകുന്നു എന്നതുകൊണ്ടാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൈസ മിന്നാ മല്ലം യറഹം സഗീറനാ വലം യുവക്കിറ കബീറനാ. ചെറിയവനോട് കരുണ കാണിക്കാത്തവനും വലിയവനെ ആദരിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല. വലിയവനെ ആദരിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. ഏത് വലിയവൻ? എല്ലാ വലിയവനെയും മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശത്രുപക്ഷത്ത് ആദരിക്കപ്പെടുന്ന ആളാണെങ്കിൽ പോലും അയാൾക്ക് നൽകേണ്ട ഒരു ബഹുമാനം കൊടുക്കുക. അത് വലിയ പാഠമാണ്, വലിയ പാഠമാണ്. എല്ലായിടത്തും ചൊല്ലുമ്പോൾ ചോപ്പോ നീല ബക്കറ്റുണ്ടാകുക. ഇവിടെ വെള്ളയാണല്ലോ. അൽഹംദുലില്ലാ, വെള്ള റസൂലുള്ളാഹിന്റെ സുന്നത്താണ് അല്ലേ? ആണോ? അല്ലേ? ആണ്, വെള്ള റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. ഞാൻ ഓർക്കാം, ഞാൻ പഠിച്ച ചെമ്മാട് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, അതിൻ്റെ സ്ഥാപക നേതാവുണ്ട് മഹാനായ യൂബാപ്പുട്ടി ഹാജി. അല്ലാഹു ആ മഹാന്റെ ഖബറിടം വിളിച്ചാക്കി കൊടുക്കട്ടെ. റസൂലുള്ളാഹിനെ അക്ഷരതയും പ്രതി പിൻപറ്റുന്ന ആളാണ്. വെള്ള വസ്ത്രയിടും, കുടുക്ക് പോലും വെള്ളേ വെക്കും. എന്തിനേറെ എന്നറിയോ? അടിവസ്ത്രം പോലും വെള്ളേ ധരിക്കൂ, ചെരിപ്പ് വെള്ള. ആരോ ചോദിച്ചപ്പോൾ പറഞ്ഞു, റസൂലുള്ളാഹിക്ക് വെള്ള വലിയ ഇഷ്ടമല്ലേന്നു, അതുകൊണ്ടാണ് ഞാൻ എല്ലാം വെള്ളയാക്കിയത്. നിങ്ങളുടെ അല്ല കേട്ടോ. നമ്മളെ ചില കുട്ടികളെ കണ്ടാ തോന്നുന്ന പോലെ ചന്ദ്രനിൽ പോയ മനുഷ്യന്മാരായിട്ടാണ് അല്ലേ? വേഷവിധാനങ്ങൾ ആലോചിച്ച് നോക്കി. ചന്തിമലി പേൻ്റാ റസൂലുള്ളാഹിന്റെ ഉമ്മത്താ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചന്തിമലി പേൻ്റ്. ഞാനൊരിക്കൽ മൂപ്പരെ ബുദ്ധിമുട്ടാക്കണ്ടല്ലേ? ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് എല്ലാവരും നല്ല കൊടുക്കി. ഞാൻ എന്തേ വിഷയം മാറിപ്പോയത് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. ചിലപ്പോൾ അള്ളാഹു ഇത് പറയാനാവുമ്പോൾ കണക്കാക്കിയിട്ടുണ്ടാകുന്ന എനിക്ക് തോന്നുന്നു. ഞാൻ വേറൊരു വിഷയം പറയണം എന്നുദ്ദേശിച്ചാണ് വന്നത്. ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും സമയത്ത് പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വേഷവിധാനത്തിൽ ശ്രദ്ധിക്കണം. പുണ്യനബിയുടെ മാതൃക ഉണ്ട്. എന്താ മാതൃക? ആയാസമുള്ള വസ്ത്രം ധരിക്കണം എന്നാണ്. ടൈറ്റ് ധരിക്കരുത്, ടൈറ്റ് വേഷം ധരിക്കരുത്. പുണ്യനബി പറഞ്ഞ ആയാസമുള്ള ധരിക്കണം. എന്താ കാരണം? കോട്ടക്കൽ ആര്യവേദശാലയുടെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് അവർ ഇറക്കിയൊരു മാസികയുണ്ട്, അവർ ഇറക്കിയൊരു പുസ്തകമുണ്ട്. ആരോഗ്യം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആരോഗ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കുറേ കൊല്ലം ഞാനത് സൂക്ഷിച്ചിരുന്നു. കുറേ കൊല്ലം എപ്പോഴും ഉണ്ടാവും എൻ്റെ പുസ്തക ശേഖരം. ഞാനൊന്ന് തിരഞ്ഞാൽ കിട്ടും എനിക്ക്. ആരോഗ്യം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിലെ ഒരു അധ്യായം വസ്ത്രധാരണം എന്നാണ്. വസ്ത്രധാരണം എന്ന അധ്യായത്തിൽ ആദ്യമായി അവർ എഴുതുന്ന ഒരു സംഗതിയുണ്ട്. ശരീരത്തിന് ആയാസമുള്ള വസ്ത്രം ധരിക്കണം, ലൂസുള്ള വസ്ത്രം ധരിക്കണം, ടൈറ്റ് ധരിക്കരുത്. എന്താ ഇവർ പറഞ്ഞറിയോ? ടൈറ്റ് വസ്ത്രങ്ങൾ ധരിച്ചാൽ ലൈംഗിക ശേഷി വരെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു 3 മാസം മുമ്പ് പത്രത്തിൽ കണ്ടല്ലോ, ഒരു സ്ത്രീ അബോധാവസ്ഥയിൽ വീണു. ഒരു പെണ്ണ് അബോധാവസ്ഥയിൽ വീണ് ഈ പെണ്ണിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ നോക്കുന്ന സമയത്ത് എന്താ രക്തോട്ടം നിലച്ചു പോയതാണ്.
കാലിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള രക്തോട്ടം നിലച്ചുപോയി. പത്രത്തിലുണ്ടായതാണ്. എന്താ കാരണം? ഈ പെണ്ണിട്ടത് ലെഗിൻസാണ്. അതിന് അങ്ങനല്ലേ പറയലേ? ഒരു സാധനല്ലേ വലിച്ചു കയറ്റണേ അല്ലേ? ഞാനതിന് പറയലേ, ഇന്ന് വൈകുന്നേരം മംഗളത്തിന് പോകണമെങ്കിൽ രാവിലെ സുബൈക്ക് 5:30 എഴുന്നേറ്റ്. പെണ്ണുങ്ങൾക്കുണ്ട് അങ്ങനത്തെ സാധനം, ആണുങ്ങൾക്കുണ്ട്. ടൈറ്റ് വസ്ത്രം ധരിച്ചാൽ നാടി ഞരമ്പുകളിലൂടെയുള്ള രക്തോട്ടം നിലച്ചു പോകും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? ശരീരം നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നല്ല ലൈറ്റ് അടിച്ചിട്ടൊന്ന് നോക്കിയാൽ ശരീരത്തിൻ്റെ ഈ തൊലി ഭാഗത്തുകൂടെ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ഞാടി ഞരമ്പുകൾ ശരീരത്തിലൂടെ പോകുന്നുണ്ട്. ചെറിയ ചെറിയ മൈന്യൂട്ട് ഞരമ്പുകളാണ്. അവയിലൂടെയെല്ലാം രക്തം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം മനുഷ്യന്റെ ആരോഗ്യത്തിനേറെ പ്രധാനവുമാണ്. നമ്മൾ ടൈറ്റ് വസ്ത്രം ധരിച്ചാൽ ആ ഞരമ്പുകൾ ടൈറ്റാവും, രക്തോട്ടം ശരിക്കും നടക്കില്ല. നടക്കാതെ വന്നാൽ വൈദ്യശാസ്ത്രം പറയുന്നു, സ്ഥിരമായി ടൈറ്റ് ധരിക്കുന്ന ആളുകൾക്ക് ലൈംഗിക ശേഷി പോലും കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഏറ്റവും പുതിയ പഠന ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി പറഞ്ഞെന്താ? ഔറത്ത് മറക്കണം. ഔറത്ത് ഏതാ? മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് ഔറത്ത് അല്ലേ? ചന്തിമേൽ പേൻ്റ് എടുക്കുക വളരെ മോശമല്ലത്, വളരെ മോശമാണല്ലോ. ഒരിക്കൽ ഞാനൊരു ഹോട്ടലിൽ കയറി. എൻ്റെ കൂടെ ഉണ്ടാവാറുള്ള ഹുസൈൻ കണ്ട് കൂടെ. ഹുസൈൻ കന്നോട് പോകുന്നിട്ടില്ല. ഹോട്ടലിൽ കയറിയപ്പോൾ ഞാനൊരു സ്ഥലത്ത് പോയി ഇരുന്നു. അപ്പോൾ ഹുസൈൻ കന്നോട് പറഞ്ഞു, സാറേ അവിടെ ഇരിക്കണ്ട അങ്ങോട്ട് പോരുന്നു, അവിടെ ഇരിക്കണ്ട അങ്ങോട്ട് പോരി. എന്നെ വേറെ സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ചോദിച്ചു എന്താ ആടി ഇരുന്നാലും എന്ന് വെച്ചു. എന്നെ ചോദിച്ചു നിങ്ങളിങ്ങോട്ട് വരി, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ വേറെ സ്ഥലത്ത് പോയി. ഞാൻ പറഞ്ഞു ഇവിടെ ഫാനൊക്കെ ഉണ്ട്, നിങ്ങളിങ്ങോട്ട് പോരിയെന്നല്ലോ. എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ ഇരിക്കണ ആളൊന്ന് നോക്കിയെന്നു. ഞാൻ നോക്കുമ്പോൾ എങ്ങനെ നിങ്ങളോട് പറയാൻ എനിക്ക് തിരിയില്ല. ഓൻ്റെ ചന്തിമേലാണ് പാൻറ്, പിന്നെ ഇട്ടത് ടീഷർട്ടാണ്. കണ്ടാൽ തോന്നും ഒരു തമ്മിൽ തെറ്റിലാണ്. തിരിയല്ലോ നിങ്ങൾക്ക്? ടീഷർട്ടും പാൻറ്റും തമ്മിൽ തെറ്റില്ലാന്ന് തിരിയെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? രണ്ടും തമ്മിൽ അടുത്തേ ഇല്ല. അപ്പോൾ പിന്നെ ബാക്കി എന്തായിരിക്കും സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂലേ? ഇത് സംസ്കാരമാണോ? മുസ്ലിം ഉമ്മത്തിന് റസൂലുള്ളാഹി പഠിപ്പിച്ച സംസ്കാരമാണോ? നമ്മൾ ഉണരണ്ടേ? ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷാ. എന്തിനാ വസ്ത്രം എന്ന് ഖുർആൻ പറഞ്ഞത്? വസ്ത്രം എന്തിനെ എന്നാണ് ഖുർആൻ പറഞ്ഞത്? യാ ബനീ ആദം, ഓ മനുഷ്യ സന്തതികളെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസ, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നത് യുവാരി സൗആതികും, നിങ്ങളുടെ സൗഅത്തുകൾ മറക്കലാണ് വസ്ത്രത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. ഓ എന്താണ് ഖുർആൻ? ഞാൻ ഒറ്റ വാക്കിൽ പറയാം, മുന്തുവാരവും പിന്തുവാരവും മറക്കലാണ്. ശ്രദ്ധിക്കണേ, പൊന്തുവാരവും പിന്തുവാരവും മറക്കലാണ് വസ്ത്രത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. ഒന്നാമത്തെ ലക്ഷ്യം മറക്കലാണ്, മറക്കുക. അന്നത്തെ വസ്ത്രത്തിന്റെ ലക്ഷ്യം തുറക്കലാണ്, മറക്കലല്ല തുറക്കലാണ്. ഖുർആൻ പറഞ്ഞിടത്തല്ല, പുണ്യനബി പഠിപ്പിച്ചിടത്തല്ല നമ്മളുള്ളത് അല്ലേ? ആണായാലും പെണ്ണായാലും അതല്ലേ സ്ഥിതി? നമ്മൾ ഏത് സംസ്കാരം കണ്ട വളരുന്നത്? നമ്മൾ പഠിപ്പിക്കേണ്ടത് ആരുടെ സംസ്കാര? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസ്കാരമാവണം മക്കളിലേക്ക് നമ്മൾ ഇൻജക്ട് ചെയ്യേണ്ടത്. അല്ലാഹു ഇതിന് തൗഫീക്ക് ചെയ്യട്ടെ. മറക്കാന്നാ പറഞ്ഞ്. മറക്കുക എന്നതൊന്ന് വേ, പൊതിയുക എന്നതൊന്ന് റേ. തിരിഞ്ഞില്ല? മറക്കലൊന്ന് വേ, പൊതിയലൊന്ന് റേ. തിരിഞ്ഞോ? ഇന്ന് അധിക ആളുകളും മറക്കുകയില്ല, ഇന്ന് അധിക ആളുകളും പൊതിയുകയാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? നിങ്ങളെന്ന് മേപ്പോട്ട് നോക്കണേ? നിർത്താനായി എന്നാണ് അതിൻ്റെ അർത്ഥം. പൊതിയലൊന്ന് വേ, മറക്കലൊന്ന് റേ. കാണിച്ചു തരാൻ ഞാൻ നിങ്ങൾക്ക്. ഇപ്പോൾ ഞാൻ എൻ്റെ മുഖം മറച്ചതാണ്, ഇപ്പോൾ ഞാൻ എൻ്റെ മുഖം പൊതിഞ്ഞതാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എൻ്റെ വായ എവിടെയാണ്, എൻ്റെ മൂക്ക് എവിടെയാണ്, എൻ്റെ കണ്ണെവിടെയാണ്, എൻ്റെ നെറ്റിത്തടം എവിടെയാണ്, എൻ്റെ കവൾ എവിടെയാണ്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിയുന്നില്ല. ഇപ്പോഴോ ഇത് നല്ല കട്ടിയുള്ളൊരു വസ്ത്രം എന്ന് വിചാരിച്ചോളി, നിങ്ങൾക്ക് തിരിയില്ല. എൻ്റെ മൂക്ക് എവിടെ, വായ എവിടെയും തിരിയില്ല. ഇന്നത്തെ ആൾക്കാർ ചെയ്യുന്നത് മറക്കുകയല്ല, പൊതിയുകയാണ്. ആണാവട്ടെ പെണ്ണാവട്ടെ, ഒറ്റ വാക്കേ ഞാനിതിൽ പറയുന്നുള്ളൂ. ആണാവട്ടെ പെണ്ണാവട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവും എന്നെനിക്ക് തോന്നുന്നു. തിരിച്ചു പോകണം റസൂലുള്ളാഹിന്റെ ചര്യയിലേക്ക്.
പെണ്ണ് പറത്തിട്ട് പോകണം നമ്മൾ കരുതവള് സ്വർഗത്തിലാന്നാ. ഇന്നത്തെ പറത്തിടുന്ന പെണ്ണാണ് ആദ്യം നരകത്ത് കിടക്കുക. എന്താ കാരണം? ഓള് മറച്ചതല്ല, പൊതിഞ്ഞതാ. അങ്ങനെ പറഞ്ഞ തിരിയില്ലേ? ഭാഷ പറയാൻ എന്നെ സമ്മതിക്കുന്നില്ല, എൻ്റെ ലജ്ജ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല. പൊതിഞ്ഞതാ, ഒക്കെ തിരിയും. ഞാൻ അങ്ങോട്ട് പറഞ്ഞ ഞങ്ങൾ പറയും, ഇയാൾ തോന്നിയാസം പറയാൻ. കാണിക്കണേന് തോന്നിയാസല്ല, പറയുന്നതിനാ തോന്നിയാസം. ഞാൻ ബാക്കിയാണ് പറയില്ല. എന്താ? എനിക്ക് എന്നെ മടിയുണ്ട്. അവരുടെ മാറ് കണ്ടാൽ മനസ്സിലാകും, ബാക്കിയൊക്കെ തിരിയും. പിന്നെ ഓരോ അവയവവും ഒക്കെ ശരിക്കും ഇങ്ങോട്ട് എടുത്തു കാണിക്കുന്ന വസ്ത്രങ്ങൾ, അതിന് പറയാ പൊതിയാന്നാണ്, മറക്കാന്നല്ല. ഞങ്ങള് ഇതിൻ്റെ പേര് പൊതിയാന്ന്. ഖുർആൻ പറഞ്ഞത് ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശാ. അല്ലാഹു നിങ്ങൾക്ക് വസ്ത്രമിറക്കി തന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം നിങ്ങളുടെ ഔറത്ത് മറക്കലാണെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഉമ്മമാരെ ശ്രദ്ധിക്കണേ, ഉമ്മമാരെ ശ്രദ്ധിക്കണേ. പുണ്യ നബി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പരിശുദ്ധ ഖുർആൻ മുഅ്മിനത്തായ പെണ്ണിന്റെ അടയാളം പഠിപ്പിച്ചതെന്താ? ഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുന്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന. കണ്ടോ? അടുത്ത ഇതിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞ വേറൊരു വാക്കാണ്. നല്ലോ ശ്രദ്ധിക്കണം. ഈ വാക്കിൽ എന്താണ് അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്? നേരം വൈകിയോ? നിങ്ങൾ പറയണേ, ഒരു നിർബന്ധമില്ലേ 2 മണിക്കൂർ പറഞ്ഞോളന്ന്? ഒരു നിർബന്ധമില്ലേ? 20 മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കണം എന്നാ എൻ്റെ ഏറ്റവും ഇഷ്ടത. പക്ഷേ നിങ്ങൾ വണ്ടി തടയുമോ, എന്നെ അവിടെ തടഞ്ഞു പൂട്ടിയിടുമോ എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ വാക്ക് നോക്ക്. നിങ്ങൾ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞെന്താ? ഖുല്ലിൽ മുഅ്മിനാതി. അല്ലാഹുവിനെ അനുസരിക്കുന്ന മുഅ്മിനത്താകാൻ ആഗ്രഹിക്കുന്ന പെണ്ണാണോ, ആ പെണ്ണിനോട് പറയണം. അമ്മമാർ ശ്രദ്ധിക്കണം. റബീഉൽ അവ്വൽ ഞാൻ എന്തിനിത് പ്രസംഗിക്കുന്നു ചോദിച്ചാൽ, നമ്മുടെ ഇടയിൽ ഉള്ള ചിലതൊക്കെ മാറ്റാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാ. ശരിക്കും ഒരു വിഷയ പറയണ്ടേ. അന്നപാനീയങ്ങളിൽ റസൂലുള്ളാഹിന്റെ മാതൃക എന്ത്? അതാണ് പറയണ്ടേ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഓരോന്ന് പറയണം. എന്തൊക്കെ കഴിക്കണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു, എന്ത് കഴിക്കരുതെന്ന് റസൂലുള്ളാഹി പറഞ്ഞു, കഴിക്കേണ്ട രീതി എങ്ങനെ പറഞ്ഞു, എത്ര കഴിക്കണം എന്ന് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അവിടുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇടയിൽ ക്യാൻസർ ആകുന്ന ചിലത് നമ്മൾ മാറ്റിയെടുക്കാനാണ്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഉറക്കാമീൻ പറയൂ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉമ്മമാരെ ശ്രദ്ധിക്കണേ. സ്വർഗത്തിൽ കിടക്കണോ? ഖുർആനാ നിങ്ങളോട് പറയുന്നത്. യഹ്ഫൾന ഫുറൂജഹുന്ന ഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുന്ന മിൻ അബ്സാരിഹിന്ന. അവരോട് കണ്ണടക്കാൻ പറയണേ. കണ്ണടക്കാൻ പറയണമെന്നാ കണ്ണടച്ച് നടക്കണമെന്നല്ല. കണ്ണടച്ച് നടന്നാൽ തടഞ്ഞു വീണു പോവും. എന്താ അതിൻ്റെ അർത്ഥം? അതാണ് പണ്ടത്തെ അമ്മമാര് നടന്നിന്ന്. ഓലെപ്പം പോകുമ്പോഴും ഒരു കുടങ്ങനെ പിടിക്കും. ആ കുടങ്ങനെ താഴ്ത്തി പിടിക്കും. എന്നിട്ടോ ഒരു ചെരുപ്പിടാതെ നടക്കുക. ഇന്ന് നമ്മൾ ചെരുപ്പിടാതെ നടന്നാൽ പറയും, ഔ സംസ്കാര ശൂന്യമായ സമൂഹം. ഒരു ചെരുപ്പിടാതിരിക്കണം എന്തിനാ? വലാ യദ്രിബന ബി അർജുലിഹിന്ന ലിയുഖ്ഫീന മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന. നിങ്ങൾ ശബ്ദമുള്ള ചെരുപ്പിട്ട് നടക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഒരു ചെരുപ്പന്നിടില്ല. എന്തിനാ? ഒരു പെണ്ണയില് പോകുന്നത് തിരാതിരിക്കാൻ. ഖുർആൻ പറഞ്ഞതാണ്. കണ്ണടക്കണം എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് നോക്കിയിട്ട് നടക്കണം. ഇന്ന് പെണ്ണ് നേരെ തിരിച്ചാ, അവള് അങ്ങനെ നോക്കിയിട്ട് നടക്കണം. എല്ലാം അങ്ങാടി പോയോ, ഏത് സ്ഥലത്ത് പോയാലെന്താ? രണ്ടാമത് പറഞ്ഞതോ വയഹ്ഫൾന ഫുറൂജഹുന്ന. നിങ്ങളുടെ ഫർജുകളെ നിങ്ങൾ സൂക്ഷിക്കണേ. എന്തൊരു വർത്താനാണ്! നിങ്ങളുടെ ഗുഹ്യ ഭാഗങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. എന്താ സൂക്ഷിക്കണേ എന്നാണ്? സൂക്ഷിക്കുക അല്ലേ? ഒരാളെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നീ 50,000 റുപ്യ, ഈ 50,000 റുപ്യ എന്താ പറഞ്ഞേ? സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അവനോട്. ഈ 50,000 റുപ്യ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഓൻ ചെയ്യലോ അവൻ്റെ വീട്ടിൽ, പിന്നെ അവൻ്റെ വീട്ടിലെ സിറ്റ് ഔട്ടിലിട്ട മേശപ്പുറത്ത് കൊണ്ടുപോയിട്ടല്ല. എന്താ ചെയ്യാ? ബെഡ്റൂമിലെ അലമാറയുടെ ഉള്ളിലെ വെൽപ്പിൻ്റെ അകത്തുള്ള ആശാരുണ്ടാക്കി കൊടുത്ത ഒരു കള്ളൻ അറയുണ്ട്. പേരെന്നാ? കള്ളനറാണ്. കള്ളനറ കള്ളന് പോലും കിട്ടാത്തറാണ് എന്ന് പറഞ്ഞാൽ ഈ വെൽപ്പിൻ്റെ, എൻ്റെ വീട്ടുകാരും വരണ്ടേ, ആ വെൽപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഒരു അറയുണ്ട്. ആ അറക്കകത്താണ് കൊണ്ടുവച്ച്. എന്താ കാരണം? സൂക്ഷിക്കണം എന്ന് പറഞ്ഞതാണ്. സൂക്ഷിക്കണമെന്നാ പറഞ്ഞത്. സൂക്ഷിക്കണ സാധനം അങ്ങനല്ലേ? പൊന്ന് ഏറ്റവും നല്ല സാധനല്ലേ? ആരെങ്കിലും കടന്നുറങ്ങുമ്പോൾ മുറ്റത്തിട്ട് കടന്നുറങ്ങുമോ?
സൂക്ഷിക്കാൻ കിടന്നുറങ്ങാം. അല്ലേ? ഖുർആൻ പറഞ്ഞ പ്രയോഗം നോക്ക് നിങ്ങൾ. വയഹ്ഫദ്ന ഫുറൂജഹുന്ന, പെണ്ണേ നിന്റെ ഗുഹ്യ ഭാഗം നീ സൂക്ഷിക്കണേ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണേ. സ്വർഗത്തിന്റെ നേതാവായ, സ്ത്രീകളുടെ സ്വർഗത്തിന്റെ നേതാവായ പുണ്യനബി പരിചയപ്പെടുത്തി കൊടുത്ത തന്റെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ഫാത്തിമ മോളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞതെന്താ? ഇന്ന ഫാത്തിമ, എന്റെ പൊന്നമോൾ ഫാത്തിമ ഹഫിളത് ഫർജഹാ, അവളുടെ ഗുഹ്യ ഭാഗത്തെ സൂക്ഷിച്ചവളാണ്. ഫഹറമഹല്ലാഹു അലന്നാർ, എന്റെ മോൾ ഫാത്തിമ അവരുടെ ഗുഹ്യ ഭാഗം സൂക്ഷിച്ചതുകൊണ്ട് അള്ളാഹു നരകത്തിന്റെ മേൽ ഹറാമാക്കി. ആ ഫാത്തിമ ബീവിയുടെ ജീവിതം എങ്ങനെ? മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള ജീവിതമാണ്. ഞാൻ അവിടെ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചോട്ടെ, എന്നിട്ടൊരു ചെറിയ ദുആയോടുകൂടെ നമ്മൾ പിരിയും. അള്ളാഹു നമ്മുടെ സദസ്സ് ദുആക്കുത്തലുള്ള സദസ്സാക്കി തരട്ടെ. ഉമ്മമാരെ ശ്രദ്ധിക്കണേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള ജീവിതം, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന്റെ തലേ ദിവസം അല്ലാഹുവിന്റെ ഹബീബ് വഫാത്താകുമ്പോഴാണ് തന്റെ പൊന്നമോളോട് പറഞ്ഞത്, മോളെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നോട് വന്നു ചേരുന്ന ആൾ നീയാകും. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഓരോ ദിവസവും ടെൻഷനാണ്. കുഞ്ഞുമോളുടെ ശരീരം സൂക്ഷിച്ചു വരികയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഒരു ദിവസം സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ ഇശാ നമസ്കാരത്തിനായി പോയിരിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ വീട്ടിൽ വെച്ച് കുളിക്കുന്നു, പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു. ഇശാ നമസ്കാരം കഴിഞ്ഞ് വരുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ കാത്തിരിക്കുകയാണ്. വീട്ടിന്റെ വാതിലിന്റെ അടുത്ത് തന്നെ കാത്തിരിക്കുകയാണ്. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ഇശാഇന്റെ ജമാഅത്ത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അലി റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിച്ചു. അലി റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കുന്നുണ്ട്, ഫാത്തിമ മോളുടെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്നത് നല്ല വസ്ത്രമാണ്, നല്ല സുഗന്ധങ്ങളൊക്കെ പുരട്ടിയിട്ടുണ്ട്. നേരെ രണ്ടുപേരും അടുക്കളയിലേക്ക് പോയി ഭക്ഷണം വിളമ്പി രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അലി റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിഞ്ഞ് അറയിലേക്ക് കയറി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പാത്രമെല്ലാം വൃത്തിയാക്കി കഴുകി വെച്ച് അലി റളിയല്ലാഹു അൻഹുവിനെ കൂടെ അറയിലേക്ക് കയറി. രണ്ടുപേരും കിടക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോഴാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരയുന്നത്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോളെ ഫാത്തിമ നീ എന്തിനാ കരയുന്നത്? അപ്പൊ പറഞ്ഞു, അലിയാരെ, എന്റെ ഉപ്പ എന്നെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്ന ആ ആദ്യ ദിവസമുണ്ടല്ലോ, ആദ്യ രാവ്, നമ്മുടെ ജീവിതത്തിലെ ആദ്യ രാവിൽ ഞാൻ അറയിലേക്ക് വന്നപ്പോൾ, നിങ്ങളുടെ അറയിലേക്ക് കടന്നപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ ഫാത്തിമ, ഇന്നത്തെ രാവ് നീ എനിക്ക് നൽകണം എന്ന് പറഞ്ഞില്ലേ ഫാത്തിമ എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ? ആ ദിവസം ഞാൻ എൻ്റെ രാവ് നിങ്ങൾക്ക് തന്നല്ലോ, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ പങ്കുവെക്കാൻ, പരസ്പരം സംസാരിക്കാൻ, ഇന്ന് ഉറക്കൊഴിക്കുന്ന രാവാവട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അനുസരിച്ചല്ലോ. എന്നാൽ ഇന്നത്തെ രാവ് നിങ്ങൾ എനിക്ക് വേണ്ടി നൽകണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ എൻ്റെ എല്ലാ രാവുകളും പകലുമൊക്കെ നിനക്ക് തന്നെയാണല്ലോ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അത് പറഞ്ഞപ്പോഴാണ് തേങ്ങിക്കരയാൻ തുടങ്ങുന്നത്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതിനെന്തിനാ നീ കരയുന്നത്? അപ്പോഴാ പറഞ്ഞത്, അലിയാരേ, ഉപ്പ എന്നെ നിങ്ങൾക്ക് കല്യാണം ചെയ്തു തന്നിട്ട് വർഷങ്ങളായില്ലേ, നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഈ കാലയളവിനുള്ളിൽ ഞാൻ പല കാര്യത്തിലും നിങ്ങളെ വിഷമിപ്പിച്ചുണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ വല്ല രീതിയിലും നിങ്ങളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ? എന്നിൽ നിന്ന് വന്നതൊക്കെ നിങ്ങൾ മാപ്പ് ചെയ്യണേ എന്ന് പറഞ്ഞാണ് ഫാത്തിമ ബീവി കരയുന്നത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ അതെല്ലാം നിനക്ക് എനിക്ക് മാപ്പാണല്ല ഫാത്തിമ, പിന്നെ എന്തിനാണ് നീ കരയുന്നത് ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്നെ അല്ലാഹുവിൻ്റെ ഹബീബായ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഏതൊരു പെണ്ണിനും ഭർത്താവിൻ്റെ പൊരുത്തം സമ്പാദിക്കാതെ രക്ഷപ്പെടാൻ കഴിയില്ല, സ്വർഗം പ്രാപിക്കാൻ കഴിയില്ല എന്ന് എൻ്റെ ഉപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ. എല്ലാം പൊരുത്തമാണ് ഫാത്തിമ എന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോഴാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കരച്ചിൽ അടങ്ങിയത്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും കരയാൻ തുടങ്ങി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ നീ എന്തിനാ കരയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അലിയാരെ,
അലിയാരേ, ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിക്കാതിരുന്നാൽ എൻ്റെ മനസ്സിന് സമാധാനം വരില്ല. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണത്? അപ്പോഴാ ഫാത്തിമ ബീവി പറഞ്ഞത്, അലിയാരേ, അന്നൊരിക്കൽ നിങ്ങൾ അബൂജഹലിന്റെ മകളെ വിവാഹം കഴിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടായല്ലോ നിങ്ങൾക്ക്. ആ വിവരം ഞാൻ അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത വേദനയായി. ഞാൻ നേരെ എൻ്റെ ഉപ്പായുടെ അടുത്തേക്ക് ചെന്നു. എനിക്കെൻ്റെ വേദന പറയാൻ ഉമ്മയില്ലല്ലോ, ഉപ്പയല്ലേ ജീവിച്ചിരിക്കുന്നത്. എനിക്കെൻ്റെ ഉമ്മയുടെ സ്ഥാനത്തും ഉപ്പയുടെ സ്ഥാനത്തും ഉപ്പയല്ലേ ഉള്ളൂ. ഞാൻ നേരെ ഉപ്പായുടെ വീട്ടിലേക്ക് ചെന്നു. ഞാൻ അങ്ങ് കരയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കരച്ചിൽ കണ്ടു ഉപ്പയും കരഞ്ഞു പോയി. ഉപ്പ എന്നോട് ചോദിച്ചു, മോളെ ഫാത്തിമ, നീ എന്തിനാ കരയുന്നത്? ഞാനപ്പോ ഉപ്പയോട് സംഗതി പറഞ്ഞു. ഉപ്പ, അലിയാർ അബൂജഹലിന്റെ മകളെ കല്യാണം കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് ഉപ്പ. അലിയാരെ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴാ ഉപ്പയും കരഞ്ഞത്. അന്നാണ് മദീന പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് മദീന പള്ളിയിലെ മിമ്പറയിൽ കയറി നിന്ന് ഉപ്പ ഇങ്ങനെ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിന്റെ മകളും അല്ലാഹുവിന്റെ റസൂലിന്റെ കൊടിയ ശത്രുവായ അബൂജഹലിന്റെ മകളും ഒരാളുടെ കീഴിൽ ഒന്നിച്ചു വേണ്ട, റസൂലുള്ളാഹിന്റെ മോളെ ഒഴിവാക്കി തന്നേ എന്ന് മദീന പള്ളിയുടെ മിമ്പറയിൽ കയറി എൻ്റെ ഉപ്പ പ്രസംഗിച്ചപ്പോഴാണ് അങ്ങ് പള്ളിയിൽ നിന്നോടി വന്ന് എൻ്റെ കാലിൽ വീണത്, എന്നോട് മാപ്പ് ചോദിച്ചത്. ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു. കാരണം ഒരാൾ 4 വരെ വിവാഹം കഴിക്കാമെന്നത് അള്ളാഹു പറഞ്ഞതല്ലേ. പക്ഷേ അങ്ങ് എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം. എനിക്ക് പൊരുത്തപ്പെടണേ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, എല്ലാം പൊരുത്തമാണ് ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അല്പനേരം കഴിഞ്ഞ് പിന്നെയും കരയുന്നു. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ, എല്ലാം ഞാൻ മാപ്പാക്കി തന്നില്ലയോ, പിന്നെ എന്തിനാ നീ വീണ്ടും കരയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അലിയാരേ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ 2 പേരുമുണ്ട്. അവരെ കിടക്കുന്നുണ്ട് ആ റൂമിൽ. 2 മക്കളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, തന്റെ പൊന്നു മക്കളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫാത്തിമ ബീവി പറഞ്ഞു, അലിയാരേ, ഞാൻ മരിച്ചാൽ എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണേ. ഇത് ഹസനാണ്, ഇത് ഹുസൈനാണ്, റസൂലുള്ളാഹിക്ക് ഏറെ ഇഷ്ടപ്പെട്ട മക്കളാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എൻ്റെ പൊന്നു മക്കളെ നോക്കില്ലേ ഫാത്തിമ, നീ എന്തിനാ മരണത്തെക്കുറിച്ച് പറയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തേങ്ങി തേങ്ങി കരയുന്നുണ്ട്. അപ്പോഴാ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അലിയാരേ, ഞാൻ മരിച്ചാൽ നിങ്ങളാകണം എന്നെ മയ്യിത്ത് കുളിപ്പിക്കേണ്ടത്. അങ്ങയുടെ വീട്ടിലേക്ക് അങ്ങയുടെ പുതുനാരിയായി വരുന്ന ദിവസം, അങ്ങയുടെ ഭാര്യയായി മണവാട്ടിയായി ഞാൻ വരുന്ന ദിവസം ഞാൻ സ്വയമാ കുളിച്ചത്. എന്നാൽ ഖബറാകുന്ന മണിയറയിലേക്ക് ഞാൻ പോകുമ്പോൾ എന്നെ കുളിപ്പിച്ചു തരേണ്ടത് അങ്ങാകണം അലിയാരേ. അലിയാരേ, അങ്ങയുടെ വീട്ടിലേക്ക് അങ്ങയുടെ ഭാര്യയായി ഞാൻ വരുന്ന ദിവസം എനിക്ക് വസ്ത്രം ധരിപ്പിച്ചു തന്ന അങ്ങയുടെ കുടുംബത്തിലെ സ്ത്രീകളാണ്. എന്നാൽ ഖബറാകുന്ന മണിയറയിലേക്ക് ഞാൻ പോകുമ്പോൾ എനിക്ക് വസ്ത്രം ധരിപ്പിച്ചു തരേണ്ടത് അങ്ങാകണം അലിയാരേ. അലിയാരേ, എന്നെ മയ്യിത്ത് കട്ടിലിൽ എടുത്ത് കിടത്തേണ്ടത് അങ്ങാവണം. എന്നെ മയ്യിത്ത് കട്ടിലാകുന്ന വാഹനത്തിലേറ്റി ഖബറാകുന്ന മണിയറയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അങ്ങന്റെ മയ്യിത്ത് കട്ടിലിന്റെ അടുത്തുണ്ടാകണം. അങ്ങന്റെ മയ്യിത്ത് കട്ടിലൊന്ന് സ്പർശിക്കണം. അങ്ങനെ എൻ്റെ മയ്യിത്ത് പള്ളിയിലെത്തിയാൽ മയ്യിത്ത് നമസ്കാരത്തിന് എനിക്ക് എൻ്റെ മയ്യിത്തിന് നിസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത്, ഇമാമായി നിൽക്കേണ്ടത് അങ്ങാകണം അലിയാരേ. ഇനിയൊരിക്കലും ഭീമുവിലേക്ക് തിരിച്ചു വരില്ലല്ലോ. അവസാനത്തെ അമലാണല്ലോ അത്. അങ്ങാകണം എനിക്ക് വേണ്ടി മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് അലിയാരേ. അങ്ങനെ എൻ്റെ മയ്യിത്ത് ഖബറിന്റെ അടുത്തെത്തിയാൽ എന്നെ ഖബറിലേക്ക് താഴ്ത്തി വെക്കുന്നതിന് മുമ്പായി അങ്ങൊന്ന് എൻ്റെ ഖബറിൽ ഇറങ്ങണേ. അങ്ങയുടെ പാദസ്പർശനമുണ്ടായ മണ്ണിലാണ് ഖിയാമത്ത് നാളിന്റെ 2ാമത്തെ ഊത്ത് വരെ ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നത് അലിയാരേ എന്ന് പറഞ്ഞു സയ്യിദത്തുനാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരയുകയാണ്. അലി റളിയല്ലാഹു അൻഹു സമാധാനിപ്പിക്കുന്നുണ്ട്. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവും കരയുന്നുണ്ട്.
അവസാന രാവാണെന്ന് അലി റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായില്ല. ഫാത്തിമ, നീ എന്തിനാണ് മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് കരയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഫാത്തിമ ബീവിയുടെ കൂടെയുള്ള അവസാന രാവാണിതെന്ന് അലി റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായില്ല. പെട്ടെന്ന് ഫാത്തിമ ബീവി പറഞ്ഞത്, ഉമ്മമാരെ ശ്രദ്ധിക്കടേ നിങ്ങൾ. ഫാത്തിമ ബീവി പറഞ്ഞു, അലിയാരെ, എന്റെ മയ്യത്ത് നിങ്ങൾ ഞാൻ എപ്പം മരിച്ചാലും രാത്രി ഖബറടക്കം ചെയ്യാൻ കൊണ്ടുപോകാവോ? പകലിൽ എന്റെ മയ്യത്ത് കൊണ്ടുപോകരുതേ. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ, അതെന്താ നീ അങ്ങനെ പറയുന്നത്? പകലിലാണല്ലോ ഖബറടക്കം ചെയ്യപ്പെടാനല്ല ആരും ആഗ്രഹിക്കാറുള്ളത്. ഫാത്തിമ, നീ എന്തേ രാത്രിയെ ഖബറടക്കം ചെയ്യാവൂ എന്ന് പറഞ്ഞത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ സംഗതി ശ്രദ്ധിക്കണം എൻ്റെ പ്രിയമുള്ളവരെ. ഫാത്തിമ ബീവി അപ്പോഴാണ് ഒരു രഹസ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അല്ലാഹുവിൻ്റെ ഹബീബ പറഞ്ഞ ഹദീസിന്റെ പൊരുൾ ലോകം അറിയുന്നത്. ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അലിയാരേ, എൻ്റെ ശരീരം ഇതുവരെ ഒരന്യ പുരുഷനും കാണാൻ ഇട വന്നിട്ടില്ല. അതുകൊണ്ട് അലിയാരേ, ഞാൻ മരിച്ചാൽ എൻ്റെ കഫംപുട പോലെ ഒരാൾ കാണാൻ ഇടവരരുത്. പകൽ നിങ്ങൾ എന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകൾ എൻ്റെ കഫംപുട കാണാൻ ഇടവരും. രാത്രി ഇരുട്ടിലാണ് നിങ്ങൾ എൻ്റെ മയ്യത്ത് കൊണ്ടുപോകുന്നതെങ്കിൽ എൻ്റെ കഫംപുട പോലും ഒരാളും കാണില്ല. അലിയാരേ, ലിംഗ വ്യതിയാനം പാടില്ല. ആണിനും പെണ്ണിനും ഒപ്പം ഇരിക്കണം, പഠിക്കുന്നവർക്ക് ഒപ്പം ഇരിക്കണം. ലിംഗവിവേചനം അരുത് എന്ന് പറയുന്നവരെ എന്ന് പറയുന്ന ലോകമേ, എന്ന് വാദിക്കുന്ന ലോകമേ, പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ അംഗത്വം അതിൽ ഉണ്ടാകാൻ പാടില്ല. നീ അതിൽ അംഗാവാൻ പറ്റൂല. നിന്റെ മതം അംഗീകരിക്കുന്നില്ല. നീ വിശ്വസിക്കുന്ന വിശ്വാസ ആദർശങ്ങൾ അതിനെതിരാണ്. പിന്നെ എങ്ങനെ നീ എങ്ങനെ പറയും ലിംഗസമത്വം വേണം? നീ എങ്ങനെ പറയും ഒപ്പയിരിക്കണം? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടയിൽ വിവേചനം പാടില്ല എന്ന് നീ എങ്ങനെ പറയും? പശുപാൽ അതിൽ നിന്നോട്ടെ, പശുപാലിന്റെ ചിന്തയും അവന്റെ വിശ്വാസവും മറ്റൊന്ന്. നീ എങ്ങനെ അതിലുണ്ടാകും? ഏറ്റവും ഞാൻ വേദനിച്ചു പോയൊരു സംഗതി, ഫറൂഖ് കോളേജിൽ നിന്ന് റിപ്പോർട്ട് വന്നു. പലരും ചോദിച്ചു, ഫറൂഖ് കോളേജ് മദ്രസയാണോ? ചില ആളുകൾ ചോദിച്ചതാണ്. പക്ഷേ വേദന അതൊന്നുമായിരുന്നില്ല. ആ സംഘത്തിലുമുണ്ട് മുസ്ലിം, അതിലുണ്ടൊരു തങ്ങൾ. ഒപ്പിരിക്കണമെന്ന് പറഞ്ഞതിലുണ്ടൊരു തങ്ങളോ സയ്യിദോ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിലോ. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ, അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്, എൻ്റെ പൊന്നുമോൾ ഔറത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ച മോളാണ്, അതുകൊണ്ട് അള്ളാഹു നരകം ഹറാമാക്കിയെന്ന്. എൻ്റെ പൊന്നുമോൾ എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിച്ച ആളായിരുന്നു, അതുകൊണ്ട് നരകം ഹറാമാക്കിയെന്നല്ല. എൻ്റെ പൊന്നുമോൾ എല്ലാ 10 ദിവസം കൂടുമ്പോഴും ഒരു ഖത്തം തീർത്ത ആളാണ്, അതുകൊണ്ട് അള്ളാഹു സ്വർഗം കൊടുത്തു എന്നല്ല. എൻ്റെ പൊന്നുമോൾ വേഷത്തിൽ ശ്രദ്ധിച്ച ആളാണ്, അതുകൊണ്ട് അള്ളാഹു സ്വർഗം കൊടുത്തു. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ശ്രദ്ധിക്കണം. ഈ പറഞ്ഞതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ ഒരു ചെറിയ ദുആ നടത്തിയിട്ട് നമ്മൾ പിരിയാം. ഇനി ഇവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ? എന്തെങ്കിലും പ്രോഗ്രാം ബാക്കിയുണ്ടോ? ഉണ്ട്. നാസറൊക്കെ പറയും എന്തൊക്കെ പ്രോഗ്രാം ബാക്കിയുണ്ട്. നിങ്ങളെ പ്രോഗ്രാമൊക്കെ കാണാൻ എനിക്ക് പൂതിയുണ്ട്. കാരണം വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ ഉസ്താദുമാർ, മൂപ്പർ ഇവിടുന്ന് പറഞ്ഞില്ലേ, എല്ലാവരും വളരെ കഠിനാധ്വാനം ചെയ്തു. അപ്പോഴാണ് സദർ ഉസ്താദ്, പിന്നെ ഖത്തീബ് ഉസ്താദ് എന്നോട് പറഞ്ഞത്, ഉസ്താദെ ഞങ്ങളല്ല കഠിനാധ്വാനം ചെയ്ത്, മൂപ്പരാണ്. മൂപ്പർ ഇവിടുന്ന് അങ്ങനെ പറയണ്ട. ആരൊക്കെ ഇതിന് പിന്നിൽ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടോ? മുഴുവൻ കമ്മിറ്റി മെമ്പർമാരും, നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് അടക്കം. പ്രസിഡന്റ് എപ്പോഴും ഇവിടെ എത്തി? 3 ദിവസം മുമ്പോ 4 ദിവസം മുമ്പ് അവിടെ ഉണ്ടല്ലോ നാട്ടിൽ. ഈ സാധു ഈ പ്രായമായ സമയത്ത് യാത്ര, നമുക്ക് തന്നെ ഈ 10-38 വയസ്സിൽ യാത്ര ചെയ്താൽ ക്ഷീണിച്ചു പോവാം. അപ്പോൾ ഈ 50 വയസ്സിന് മേലല്ലേ? 60 55. ഈ 55-ാമത്തെ വയസ്സിൽ അങ്ങോട്ട് യാത്ര എങ്ങനെ സഹിക്കുന്നു? ഞാൻ കഴിഞ്ഞ ആഴ്ച എത്ര ദിവസം മുമ്പ് നമ്മൾ കണ്ട്, 4-5 ദിവസം മുമ്പറ്റ് ഞാൻ പോയി നോക്കുമ്പോണ്ട് അവിടെയുണ്ട് മൂപ്പര്. ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെയുണ്ട്. വിലായത്തൊന്നും ഇല്ലല്ലോ ഉണ്ടോ? ഇല്ല. ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ട്. അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ശാസ്ത്രീയമായി തെളിയിക്കാൻ പോവാം. ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാൻ പോവാണ്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പിന്നെ തായിഫിൽ പോയി നോക്കിയാൽ കാണാം, അവിടെ ഒരു പള്ളിയുണ്ട്. മസ്ജിദുൽ ഹുനൂദ് എന്ന് പറയുന്നൊരു പള്ളിയുണ്ട് അവിടെ തായിഫിൽ. ആ പള്ളി ഉണ്ടാക്കിയത് ഉമർ ഖാദിയാണ്. പള്ളിയുടെ പേര് മസ്ജിദുൽ ഹുനൂദ് എന്ന്. ഉമർ ഖാദി എപ്പം വയല് പറയുമ്പോൾ 2 പള്ളിക്ക് വേണ്ടി പിരിക്കും.
2 പള്ളിക്ക് വേണ്ടി സംഭാവന തിരിയുന്ന പറയാം. പക്ഷേ ഇവിടെ ഉമർ ഖാദിയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, ബൈത്താൻ മുസ്ലിയാർ. മൂപ്പർക്ക് സംശയം, ഉമർ ഖാദി 2 പള്ളിക്ക് വേണ്ടി പിരിക്കേണ്ട ഒരു പള്ളിയെ മൂപ്പർ ഉണ്ടാക്കണുള്ളൂ. അത് വെളിയങ്കോട്ട പള്ളിയാണ്. ഒരു പള്ളീൻ്റെ പണി നടക്കുന്നുണ്ട്, മറ്റേ പള്ളി എവിടെ, അത് മൂപ്പരറ്റ മുഖ്യോ എന്ന് ബൈത്താൻ മുസ്ലിയാർക്ക് ഒരു സംശയം. ബൈത്താൻ മുസ്ലിയാർ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു. എവിടെ ചെന്നു? മമ്പറത്ത് ചെന്നു. മമ്പറം തങ്ങളടുത്ത് ചെന്നു യാത്ര ചോദിക്കാൻ. അള്ളാന്റെ ആരിഫീങ്ങളല്ലേ. അള്ളാഹുവിന്റെ ആരിഫീങ്ങളുടെ ഖൽബിന് ചില കണ്ണുകളുണ്ട്. അത് നമ്മളെ കണ്ണോട്ട് നോക്കണ മാതിരിയാവൂല. ഓലിങ്ങനെ നോക്കിയാൽ A to Z ഇങ്ങനെ പറയും. അപ്പോഴവര് പറയാം, മോനെ വേഗം വീട്ടിൽ പോയിക്കോ, മോൻ്റെ യാത്രൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇവനെ ദ്വാരിപ്പിക്കാൻ വന്നത് എന്തിനാ? വിസ ശരിയായുള്ള ഗൾഫിലേക്ക് സാധേ ദ്വാരക്കണമെന്ന് പറയാനാണ് വന്നത്. ഓനോടാ പറഞ്ഞ, മോൻ വേഗം പോയിക്കോ, നിൻ്റെ യാത്ര അടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൻ മനസ്സിലാക്കി ഗൾഫിക്ക് പോകാനുള്ള സമയം എന്നാണ്. ഓൻ വീട്ടിലെത്തി 2 മണിക്കൂർ കഴിഞ്ഞു, കുഴഞ്ഞ് വീണു, മരിച്ചു. മൂപ്പര് പറഞ്ഞ വേറെ യാത്രയാണ്. ഇപ്പം വിചാരിച്ചു വേറെ യാത്ര. ഇത്ര അനുഭവങ്ങളുണ്ട്. ബൈത്താൻ മുസ്ലിയാർ മഹാനായ മമ്പറം തങ്ങളടുത്ത് ചെന്നു. മമ്പറം തങ്ങളല്ല കേട്ടോ ഈ പറഞ്ഞ കറാമത്ത്. മമ്പറം തങ്ങളുടെ കാലത്ത് ഗൾഫിക്ക് ഇങ്ങനെ പോവില്ല ഫ്ലൈറ്റിലൊന്നും. ഇത് മഹാനായ കീശേരി മുഹമ്മദ് മുസ്ലിയാർ, അള്ളാഹു മഹാന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. മഹാന്റെ സന്നിധിയിലുണ്ടായൊരു സംഭവം. ബൈത്താൻ മുസ്ലിയാർ മമ്പറം തങ്ങളോട് എന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞാൻ ഹജ്ജിന് പോവാണ്, കുറച്ച് ആൾക്കാരുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ബൈത്താൻ മുസ്ലിയാർ മനസ്സിൽ ഇതുണ്ട് പറയാൻ തങ്ങളോട്, തങ്ങളെ ഉമർ ഖാദി 2 പള്ളിക്ക് പിരിക്കേണ്ട ഒരു പള്ളിൻ്റെ പണിയെ നടക്കണുള്ളൂ എന്ന് പറയണമെന്ന് മൂപ്പരെ മനസ്സിലുണ്ട്. തങ്ങളോട് ആദ്യം അങ്ങനെ പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോവാണ്, തങ്ങൾ ദ്വാരക്കണം, കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഹജ്ജിന് പോകണ്ടോ, എന്നാൽ പിന്നെ ത്വായിഫിലൊന്ന് പോയി കണ്ടിരുന്നു. ഹജ്ജിന് പോകണമെന്ന് പറഞ്ഞാൽ മദീനത്ത് പോകണമെന്നല്ലേ പറയണ്ടേ, ത്വായിഫിൽ പോകണമെന്ന് എന്തിനാ പറയണേ? ത്വായിഫിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ബൈത്താൻ മുസ്ലിയാർ ഇങ്ങനെ പറയാൻ ഒരുങ്ങി ഈ കാര്യം, എന്ത് അങ്ങനെ ഉമർ ഖാദി പറയാൻ ഒരുങ്ങിയപ്പോൾ തങ്ങൾ പറഞ്ഞു, പറയൊന്നും വേണ്ട, ത്വായിഫിലൊന്ന് പോയി കണ്ടിരുന്നു, അത്രേ പറഞ്ഞുള്ളൂ. ബൈത്താൻ മുസ്ലിയാർ മക്കത്തെത്തിയ ഹജ്ജൊക്കെ കഴിഞ്ഞ് ത്വായിഫിക്ക് പോവാം. അന്ന് നടന്നു പോയി വഴിക്കെത്തിയപ്പോൾ ഭയങ്കര വിശപ്പ്. മൂപ്പർ അവിടെ ഒരു ഗ്രാമത്തിലിറങ്ങി. പിന്നെ കാട്ടറബികളാണ് അവിടെ ഉള്ളത്. ഓലോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര വിശപ്പുണ്ട്, കുറച്ച് ഭക്ഷണം തരുമെന്ന് വെച്ചു. അപ്പോൾ ഓല് പറഞ്ഞു, ഞങ്ങൾ തന്നെ പട്ടിണിയിലാണ്, നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അവിടെ ഒരു പള്ളീൻ്റെ പണി നടക്കുന്നുണ്ട്. ആ പള്ളിയുടെ അടുത്ത് ചില ദിവസങ്ങളിലൊക്കെ ഉച്ചക്ക് ഭക്ഷണം വിതരണം ചെയ്യാറുണ്ട്. ഒരു ഇന്ത്യക്കാരനാണ് ആ പള്ളി എടുപ്പിക്കുന്നത്, അവിടെ പോയാൽ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാൻ സാധ്യതയുണ്ട്. ബൈത്താൻ മുസ്ലിയാർ നേരെ ആ പള്ളീൻ്റെ അടുത്തേക്ക് വന്നു. ബൈത്താൻ മുസ്ലിയാർ പള്ളീൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. മുമ്പറയിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ട് അവിടെയുള്ള പണിക്കാരോട് ചോദിച്ചു, ഇത് ആരുണ്ടാക്കണം? അപ്പോൾ പറഞ്ഞു, ഇതൊരു ഇന്ത്യക്കാരനായ ആളാണ് ഈ പള്ളി ഉണ്ടാക്കുന്നത്. ആളെ പേരെന്ന് വെച്ചു. ആളെ പേര് ഉമർ ഖാദി എന്നാ പറയല്. മലബാറുകാരനാണ്, കേരളക്കാരനാന്നൊക്കെ പാകിസ്ഥാനിലും മറ്റുമായ പണിക്കാർ ഇയാളോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇയാൾ ചോദിച്ചു, നിങ്ങൾക്ക് കൂലിയല്ലോ എന്ന് വെച്ചു. പറഞ്ഞു, ഞങ്ങൾക്ക് കൂലി തരാറുണ്ട്. എപ്പോഴാണ് കൂലിയല്ല? എല്ലാ വെള്ളിയാഴ്ചയും ജുമാ നിസ്കാരം കഴിഞ്ഞാൽ മൂപ്പർ ഇവിടെ ഉണ്ടാവും, ഞങ്ങൾക്ക് കൂലി തരും. അപ്പോൾ നോക്കുമ്പോൾ അതേ സമയത്ത് തന്നെയാണ് വെളിയങ്കോട്ട പള്ളീൻ്റെ പണി എടുക്കുന്ന ആൾക്കാർക്ക് കൂലി കൊടുക്കണം. അത് ഉമർ ഖാദി തന്നെ. ഇത് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കുറച്ച് മുമ്പുള്ള ലോകത്ത് കുറച്ചൊരു 10-25 കൊല്ലം മുമ്പ് ഇത് പറഞ്ഞാൽ പറയുന്നു, ഈ ജാതി ഖുറാഫാത്ത് പറഞ്ഞിട്ടാണ് ആൾക്കാരെ പറ്റിക്കണത് മുസ്ലിയാക്കന്മാർ. ഇതാ ഒരു 10 കൊല്ലൂടി കഴിഞ്ഞാൽ 10 കൊല്ലൂടി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വയത് പറഞ്ഞ അതേ സമയത്ത് തന്നെ ചിലപ്പോൾ ദുബായിലും വയത് പറയുന്നുണ്ടാവും. ഇപ്പം ഉണ്ട്. ഇപ്പം നമ്മൾ മറ്റു പല സംവിധാനം ഉപയോഗിച്ചത് അങ്ങനല്ല, പറയുന്ന ആളെ അതേപോലെ നിങ്ങൾക്ക് ഇവിടെയും കാണാം അവിടെയും കാണാം. ഇപ്പം ഉണ്ടല്ലോ, ഇപ്പം ഞാൻ ഇവിടുന്ന് ഹലോ എന്ന് പറഞ്ഞാൽ കേൾക്കണത് ഇവിടെ ഉള്ള നിങ്ങൾ കേൾക്കുന്നുണ്ട്. സൗദി ജിദ്ദയിൽ ഉംറക്ക് പോയ എൻ്റെ സുഹൃത്തും കേൾക്കുന്നുണ്ട്. എൻ്റെ വാക്ക് ഇവിടെയുമുണ്ട് അവിടെയുമുണ്ട്. എന്നാൽ ഇനി വരാൻ പോകുന്നത് എൻ്റെ ശരീരം ഇവിടെയുണ്ട്, അതേ സമയത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഉണ്ട്. ആ സംവിധാനത്തിലേക്ക് ലോകം മാറാൻ പോവാം. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ വേണ്ടി വരും. കാരണം റോഡൊക്കെ ആ ജാതി ബ്ലോക്കല്ലേ, റോഡൊക്കെ ആ ജാതി ബ്ലോക്കാ. പിന്നെ അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ എത്തുക? 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ കാര്യം ചിലപ്പോൾ ബാംഗ്ലൂരിൽ എത്തുള്ളൂ. അപ്പോൾ വാഴതിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കണ്ടു ഞങ്ങൾ ദുബായിൽ പുതിയൊരു കണ്ടെത്തലെത്തിയത് പോലീസുകാർ പറന്നു പോവാം, പോലീസുകാർ പറക്കുകയാണ്. അപ്പോൾ എന്നോട് ആളോ പറഞ്ഞു, കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ കാറൊക്കെ പോയിട്ട് ഓരോരുത്തർക്കും ഓരോ ചെറിയ ഫ്ലൈറ്റുകളായിരിക്കാൻ സാധ്യതയുണ്ട്. അല്ല, ഫ്ലൈറ്റിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഒരാൾ ചിലപ്പോൾ ആണ് വിചാരിച്ചാൽ മതി ഇന്ന സ്ഥലത്തെത്തണം, ആ സമയത്ത് അവിടെ എത്തും. അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് ശാസ്ത്രം മനുഷ്യനെ മാറ്റാൻ പോവാം. അന്ന് ഈ പറഞ്ഞവരൊക്കെ ഏറ്റവും വലിയ പിന്തിരിപ്പന്മാരായിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് ലോകമേറെ മാറുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്യാൻസർ ബാധിതനായി
പെരിങ്ങത്തൂർ സ്വദേശിയുടെ ഭാര്യ മാതാവിന് വേണ്ടി ദുആ ചെയ്യാൻ, അല്ലേ? നമ്മളെ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കും തോന്നുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അതുകൊണ്ടൊരു ചെറിയ ദുആ നടത്തിയിട്ട് നമ്മൾ പിരിയാം. ചെറിയൊരു ദുആ, വളരെ വേഗം. മാത്രമല്ല, എല്ലാ കൊല്ലവും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ശക്തിപ്പെടുത്തണം. റസൂലുള്ളാഹിനെ കുറിച്ച് പറയാൻ തന്നെ അള്ളാഹ്ക്കയിലും വലിയ ഇഷ്ടം വേറെ ഒന്നുമില്ല. കാരണം അള്ളാഹ് എമ്പാടും പറയുന്നുണ്ട്, അള്ളാഹു തന്നെ എമ്പാടും പറയുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഇന്നലെ ഉസ്താദ് ആ വിഷയകമായങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ചര്യയിലേക്ക് തിരിച്ചു പോകണം എന്നൊരു സൂചന മാത്രമാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. നമ്മുടെ ഈ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മാതാവിന് ക്യാൻസർ രോഗം പിടിപെട്ടിട്ടുണ്ട്, ചികിത്സയിലാണ്, സുഖമായി വരുന്നുണ്ട്. അള്ളാഹു പൂർണ്ണമായി ശിഫാ നൽകട്ടെ. അള്ളാഹുവെ നീ പൂർണ്ണമായി ശിഫാ പ്രദാനം ചെയ്യണേ റബ്ബേ. ആ ശരീരത്തിലെ അവസാനത്തെ ക്യാൻസറിൻ്റെ രോഗാണുവിനെയും നീ അള്ളാഹുവെ കരിച്ചു കളയണേ, അള്ളാഹ് നശിപ്പിച്ചു കളയണേ റബ്ബേ. ഒരു ചെറിയ ദുആയോട് കൂടെ നമ്മൾ പിരിയണം. അപ്പം എല്ലാം നമ്മുടെ വേഷം, നടത്തം, ഇരുത്തം ഒക്കെ റസൂലുള്ളാഹിന്റെ മാതിരിയാവും. താടി വരെ, തലമുടി വരെ. തലമുടി ഞാനൊരിക്കൽ പോയി നോക്കുമ്പോൾ കുറേ ചെറിയ കുട്ടികൾ ഓലൊക്കെ മുടി ഇവിടുന്ന് ഇങ്ങോട്ട് പഠിച്ചാണ്, ഇവിടൊക്കെ അങ്ങനെ ഒരു പൊന്തമാതിരിയാണ്. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ഞാൻ അത് അപ്പാച്ചിയാണ്. അപ്പാച്ചി റസൂലുള്ളാഹിന്റെ അല്ലേ? വേറെ ഏതോ ചങ്ങായിൻ്റെ. ഞാൻ വേറെ സ്ഥലത്ത് നോക്കുന്ന സമയത്ത് എൻ്റെ ചങ്ങായിൻ്റെ താടി താടിയൊക്കെ വെച്ച് ഇങ്ങനെ വന്നിട്ട്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അത് ദാദാ സാഹിബോ എന്തേലും പേര് പറഞ്ഞേ, വേറെ എന്തൊരു പേര് പറഞ്ഞു. എന്തേലും പേര് നിങ്ങൾ ബാംഗ്ലൂർക്കാർക്ക് തിരിയാതൊക്കെ ഒരു പേര് പറഞ്ഞു, ദാദാന്ന് വേറെ എന്തോന്ന് പറഞ്ഞിനോട് അങ്ങനെ. അപ്പം എന്താ അത് അയാൾ വെച്ച താടിയാ, റസൂലുള്ളാഹിന്റെ താടിയില്ല. നമ്മളെ താടി പുണ്യനബിൻ്റെ താടിൻ്റെ മാതിരി ആവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാം അങ്ങനെയാവണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മനസ്സിലായില്ലേ? ചില കുട്ടികളൊക്കെ കണ്ടാൽ തോന്നും പോലെ പൂതന്മാരാന്ന് തോന്നും. മുടിയൊക്കെ ഒരു കോലത്തിൽ, വേഷക്കുരിയാതി കോലത്തിൽ. ഞാനൊരു സ്ഥലത്ത് പോയി നോക്കുമ്പോൾ അവിടെ കടൻ്റെ പേരാണ് അട്ടാന്ന്. അട്ട എന്നിട്ടോ അതിൻ്റെ മുമ്പിലുള്ള വരച്ചു വെച്ചിരിക്കുന്ന ആളുകളുടെ വേഷവിധാനങ്ങളുടെ ചിത്രം നോക്കുമ്പോൾ അട്ടൻ്റെ മാതിരി തന്നെ. ഇതൊന്നും നമ്മുടെ സംസ്കാരമല്ല. തിരിച്ചു പോകണം പുണ്യനബിയിലേക്ക്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളൊരു ഒരു ഒരു ഫാത്തിഹ നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ വേണ്ടി ഊതിയിട്ട് നമ്മൾ ചെറിയ ദുആയോടെ കൂടെ പിരിയാണ്. ഓവറോൾ ഉണ്ടോ? ചാമ്പ്യന്മാരുണ്ട്. ഒക്കെ നല്ലത്. ഖാദിസിയും സമർക്കന്തും തമ്മിൽ മത്സരിച്ചിട്ട് ഏതാ ജയിച്ചത്? ഖാദിസിയെ ജയിച്ചു. അതേപോലെ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട സംഗതി എന്താ അറിയോ? ഞാൻ നിങ്ങൾ ഇവിടുന്ന് ഈ ഉസ്താദുമാർക്ക് ഈ ആദരവൊക്കെ കൊടുക്കുമ്പോൾ കയ്യടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിങ്ങളുടെ മക്കളൊക്കെ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. പല റബീഉൽ അവ്വൽ വേദിയിൽ സംസാരിക്കാൻ പോയാലും കാശ് അവാർഡ് കൊടുക്കുമ്പോൾ കയ്യടിക്കലാണ്. കയ്യടിക്കൽ നമ്മുടെ സംസ്കാരമല്ല. ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ തക്ബീർ ചൊല്ലലാണ് പൊന്നനബിയുടെ സംസ്കാരം. വല്ലുഹ വല്ലൈലി, വല്ലുഹ എന്ന സൂറത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാൻ കഴിയും. പൊന്നനബി വല്ലുഹ ഇറങ്ങിയ സമയത്ത് തക്ബീർ ചൊല്ലിയെന്നാണ്. ആ കാര്യത്തെ വിശദീകരിച്ച് മഹാന്മാരത് പറയുന്നുണ്ട്. വലിയ സന്തോഷമായി. അപ്പോൾ നിങ്ങളുടെ പല സംസ്കാരവും നിങ്ങളെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് മനസ്സിലായത്. അതേപോലൊരു കാര്യം പറയാനുള്ളത്, ഇതാ പുതുവർഷം വരാൻ പോവാണ് അല്ലേ? ഡിസംബർ 31 അർദ്ധരാത്രി. ചില ആൾക്കാർ ഇങ്ങനെ കാത്തുക്കല, അവൾക്ക് ഇങ്ങനെ മൂത്രിക്കാൻ വിടണം ഐഡിയ. ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ എന്താ ആ 12 മണി 11:51 കഴിഞ്ഞ് 12ലേക്ക് സൂചി എത്തിയാൽ പടക്കം പൊട്ടിക്കൂല. നമ്മുടെ സംസ്കാരമില്ലേ? നമ്മളോട് മാനിക്കാൻ പറഞ്ഞത് ഹിജ്റ വർഷമാണ്. നമ്മുടെ എല്ലാ ഇബാദത്തും ഹിജ്റ വർഷമായിട്ട് ബന്ധം. നോമ്പ് ഡിസംബറിൽ നോമ്പ് വെക്കണം എന്ന് പറഞ്ഞ്, റമദാൻ നോൽക്കണം എന്ന് പറഞ്ഞ്. സക്കാത്ത് എല്ലാ കൊല്ലം മാർച്ചിൽ കൊടുക്കണം എന്നല്ല, അറബി മാസം അനുസരിച്ച് ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ. ഹജ്ജ് എല്ലാ കൊല്ലം ജൂണിലായിക്കോട്ടെ എന്നല്ല, എല്ലാ കൊല്ലവും ദുൽഹിജ്ജിലാണ്. ഒക്കെ അതാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആരെങ്കിലും വാട്സപ്പൊക്കെ അങ്ങനെ ശരിയാക്കിയിട്ട് പുതുവത്സരാശംസകൾ എഴുതാൻ റെഡിയായിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൽ നിന്ന് പിന്മാറണം എന്നും ഒറ്റവാക്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരാരുടെ സംസ്കാരത്തോട് താദാമ്യം പ്രാപിച്ചു അവരവരുടെ കൂട്ടത്തിലാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമ്മളെ ഖാദിസിയക്ക് ഇവിടെ ഓവർറോൾ അല്ലേ, പിന്നെ കപ്പല്ലല്ലേ, എന്താ ഇത് സാധനം? യാസീന
ഇല്ലേ? യാസീൻ സൂറത്തിൻ്റെ ഭാഗമാണ് ഇതടങ്ങുന്ന ഈ കാണുന്ന ഒന്നവർക്ക് സമ്മാനമായി ഇവിടെ വെച്ച് നൽകപ്പെടുകയാണ്. എല്ലാവരും ഉഷാറന്നെ. ഇപ്പം മത്സരിച്ച് കാദിയ ജയിച്ചു, മറ്റേതേത് പറഞ്ഞ സമർക്കന്ദർക്ക് ടെൻഷനൊന്നും വേണ്ട. ഓല് നല്ല പൊരുതീനോല്, ഓലെല്ലാം ഉഷാറാ. ഫസ്റ്റ് കിട്ടാൻ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾ, സെക്കൻഡുകാരനും ഫസ്റ്റുകാരനും തമ്മിൽ ചിലപ്പോൾ പോയിന്റിൻ്റെ വ്യത്യാസവും. അപ്പോൾ സെക്കൻഡുകാരൻ മഹാമോശം എന്നതിൻ്റെ അർത്ഥം. സെക്കൻഡുകാരനും ഇത് കിട്ടാൻ മാത്രം പര്യാപ്തനാണ്. ആരും സമർക്കന്ദുകാരും ഇതൊക്കെ കൊടുക്കാൻ മാത്രം പര്യാപ്തരാണ്. പക്ഷേ അങ്ങനെ ആകുമ്പോൾ പിന്നെ മത്സരത്തിന് പ്രസക്തി ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഓൽക്ക് മാത്രം കൊടുക്കുന്നത്. സമർക്കന്ദുകാരെയും നമ്മളെല്ലാ മക്കളെയും അല്ലാഹു ഉയർത്തുമാറാകട്ടെ. ആമീൻ. ആരാ ഇത് ബന്ധപ്പെട്ട ആളുകൾക്ക് ഉസ്താദുമാർ കൊടുക്കും, ഓലന്നെ ആ കാര്യം പറയും. അതിനുശേഷം നമ്മൾ ദുആ ചെയ്യും.